Yes, sir. Audible. Yes, sir. Yes, sir. Okay. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ അഭിരാം എന്നാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെടുത്തത് ഡയബറ്റിസും പിന്നെ കോർട്ടിക്കോസ്റ്റെറോയിഡ്സും എന്ന ടോപ്പിക് ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷനിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ വീഡിയോ ക്ലിയർ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? Yes, sir. Yes, sir. Okay, clear. ഓക്കെ. ഞാൻ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ സ്ക്രീൻ വിസിബിൾ ആണോ? Aday, sir. ഓക്കെ. Yes, sir. പറഞ്ഞോട്ടെ. അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയമാണ് ഹൈപ്പർ ടെൻഷൻ. അപ്പൊ ഞാൻ ജസ്റ്റ് എന്താണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം. നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടിയതാണ്. പക്ഷെ ഇത് ഒരു നിമിഷത്തേക്ക് കൂടിയതാണോ അതോ കൺസിസ്റ്റന്റ് ആയിട്ട് കൂടിയിരിക്കുന്നതാണോ? Consistent, അപ്പൊ sir. കൺസിസ്റ്റന്റ് ആയിട്ട്. അപ്പൊ നമ്മൾ ഹൈപ്പർ ടെൻഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ഇറ്റ് ഈസ് നോൺ ആസ് സസ്റ്റെയിൻഡ് ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ. ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ. അപ്പോൾ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ബ്ലഡ് പ്രഷർ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് അറിയണ്ടേ. അപ്പൊ നമ്മൾ നമ്മുടെ ഹാർട്ട് എടുക്കുകയാണെങ്കിൽ ഹാർട്ട് നമുക്ക് എല്ലാ ഓർഗൻസിലേക്കും പമ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ, സ്പൈനൽ കോഡ്, ഇത് കൂടാതെ തന്നെ നമ്മുടെ കിഡ്നീസ്, കൂടാതെ തന്നെ നമ്മുടെ കണ്ണ്, ഹാർട്ടിലേക്ക്, അങ്ങനെ എല്ലാ ഓർഗൻസിലേക്കും പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹൈ പ്രഷറിൽ പമ്പ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗൻസിനൊക്കെ ഡാമേജ് വരാം. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഇസ് നോൺ എസ് സസ്റ്റെയിൻഡ് ഇൻക്രീസ് ഇൻ BP വിച്ച് ക്യാൻ ലീഡ് ടു ഓർഗൻ ഡാമേജ്. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ്റെ ഒരു പ്രശ്നമാണ് ഓർഗൻ ഡാമേജ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും വറി ചെയ്യുന്നത് ഹൈപ്പർ ടെൻഷനെ പറ്റിയിട്ട്. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇന്ത്യയിൽ തന്നെയാണെങ്കിലും ഈ ഡയബറ്റിസ് മെലിറ്റസും ഹൈപ്പർ ടെൻഷനും, അതായത് നമ്മുടെ കൊളസ്ട്രോളും, അതായത് ഡിസ്ലിപ്പിഡീമിയ, ഈ അസുഖങ്ങൾ വളരെ 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 കൂടുതലാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ടത്, ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ അസുഖം വരുന്നത്. അപ്പൊ നമുക്ക് ഹൈപ്പർ ടെൻഷന്റെ ഡ്രഗ്സിനെ പറ്റി, അതായത് കോർ ഫാർമക്കോളജിയിലേക്ക് പോകുന്നതിനെക്കാട്ടും മുന്നേ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഹൈപ്പർ ടെൻഷൻ വരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ അതിനായിട്ട് കുറച്ച് ഡയഗ്രാമാറ്റിക് രീതിയിൽ ഞാൻ ഒന്ന് പറയാൻ നോക്കാം. അത് നമ്മുടെ ബ്രെയിൻ ആണെന്ന് വിചാരിക്കുക. എല്ലാവർക്കും ഞാൻ വരയ്ക്കുന്നത് കാണുന്നുണ്ടോ? Yes, sir. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ ബ്രെയിൻ ആണെങ്കിൽ ബ്രെയിൻ ഉണ്ട്, നമുക്ക് സ്പൈനൽ കോഡ് ഉണ്ട്, അല്ലെ? ഓക്കെ, ഇത് ബ്രെയിൻ ആണ്, ഇവിടെ സ്പൈനൽ കോഡ് ഉണ്ട്. അപ്പൊ നമ്മുടെ ബ്രെയിന്റെ സെന്ററിൽ നമ്മുടെ ബ്രെയിൻ എപ്പോഴാണ് നമ്മുടെ ബോഡിയിലേക്ക് പ്രഷർ കൂടുന്നത് പറയുന്നത്, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. അപ്പൊ നമ്മുടെ മെയിൻലി ബ്രെയിൻ ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. ബ്രെയിൻ്റെ സിഗ്നൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ 2 ടൈപ്പ് ഉണ്ട്. അതിലത്തെ ഒരു സിസ്റ്റത്തിന്റെ പേരാണ് അഡ്രിനർജിക് സിസ്റ്റം. നമ്മൾ കേട്ടിട്ടുണ്ടോ? അഡ്രിനർജിക് സിസ്റ്റം.
ഇനി പിന്നെ വേറൊരു സിസ്റ്റം ഉണ്ട്, കോളിനർജിക് സിസ്റ്റം. ഈ അഡ്രിനർജിക് സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്നതാണ്, ഇതിന്റെ ഹോർമോൺസ് ആണ് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഹോർമോൺസ് ആണ് നോർ അഡ്രിനാലിൻ. അപ്പൊ ഈ അഡ്രിനർജിക് സിസ്റ്റം എന്താ ചെയ്യുക? അഡ്രിനർജിക് സിസ്റ്റം ആക്ച്വലി നമ്മുടെ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് ഹോർമോൺസ് ആണ്. എന്താണ്? ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് ഹോർമോൺസ് ആണ്. അതായത് ഒരു എമർജൻസി വരുമ്പോൾ നമ്മുടെ എല്ലാ സിസ്റ്റത്തിനെയും ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺസ് ആണ്. അപ്പൊ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോർമോൺസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, ബി പിയും കൂടും. കേട്ടോ? ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഒരാളുടെ പിന്നാലെ ഒരു പട്ടി കടിക്കാൻ വരുമെന്ന് വിചാരിക്കാം. ഒരു ഡോഗ് ചേസ് ചെയ്യുകയാണെങ്കിൽ അയാൾ പെട്ടെന്ന് ഓടാൻ നോക്കുമ്പോൾ ആളുടെ ഹാർട്ട് അതിന് പ്രിപ്പയർ ആയിരിക്കും. ഹാർട്ട് പ്രിപ്പയർ ആയിരിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ ബ്ലഡ് ആവശ്യമുണ്ട്. അപ്പൊ ഹാർട്ട് റേറ്റ് കൂടും, ബി പി കൂടും, അങ്ങനെ കുറെ ചേഞ്ചസ് നടക്കും. അപ്പൊ ഞാൻ ഇപ്പോൾ ഹാർട്ടിന്റെ കാര്യത്തിൽ മാത്രം പറയുന്നു. അപ്പൊ ഈ അഡ്രിനർജിക് സിസ്റ്റം എന്ത് ചെയ്യും? ഹാർട്ടിനെ ആക്ടിവേറ്റ് ചെയ്യും, അങ്ങനെ ബി പി കൂടും. പിന്നെ കോളിനർജിക് സിസ്റ്റം ഉണ്ട്. ഇതിന്റെ മെയിൻ ഹോർമോൺ ആണ് എസറ്റൈൽ കോളിൻ. ഇതിനെ കുറിച്ച് നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഫോക്കസ് ചെയ്യേണ്ടത് ഈ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിന്റെയും കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി ഈ ഇമേജ് ഒന്നുകൂടി വരയ്ക്കുകയാണ്. നമുക്ക് നമ്മുടെ ബ്രെയിൻ ഉണ്ട്, ബ്രെയിനിന് സ്പൈനൽ കോഡ് ഉണ്ട്. ഈ സ്പൈനൽ കോഡിന്റെ അവിടെ നിന്ന് നമ്മുടെ ബ്രെയിൻ ഒരു സിഗ്നൽ സെൻഡ് ചെയ്യാണ്, ബ്ലഡ് പ്രഷർ കൂട്ടണം എന്നുണ്ട്. ബ്രെയിൻ ചിന്തിക്കുകയാണ്, എനിക്ക് എന്റെ ബ്ലഡ് പ്രഷർ കൂട്ടണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം, ഞാൻ പറഞ്ഞ സിമ്പത്തറ്റിക് സിസ്റ്റം, അതായത് അഡ്രിനർജിക് സിസ്റ്റത്തിന്റെ കുറെ നെർവ്സ് ഉണ്ട്. ഈ അഡ്രിനർജിക് സിസ്റ്റത്തിന്റെ നെർവ്സ് പല ഭാഗത്തേക്ക് ഇന്നർവേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരെണ്ണം ഡയറക്റ്റ്ലി നമ്മുടെ ഹാർട്ടിലേക്ക് പോകുന്നുണ്ട്. കേട്ടോ? പിന്നെ അടുത്തത് നമ്മുടെ ബ്ലഡ് വെസലിലേക്ക് പോകുന്നുണ്ട്. പിന്നെ പോകുന്നത് നമ്മുടെ കിഡ്നിയിലേക്കാണ്. ഇത്രയും മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് സർ. മനസ്സിലായി സർ. സർ. അപ്പൊ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ബ്ലഡ് പ്രഷർ കൂട്ടണമെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് സിഗ്നൽ വരുന്നത്. ആ ബ്രെയിനിൽ നിന്ന് ആ സിഗ്നൽ വരുമ്പോൾ അത് സിമ്പത്തറ്റിക് സിസ്റ്റം, ഈ ന്യൂറോൺസിനെ വിളിക്കുന്നതാണ്, എന്താ വിളിക്കുന്നതിന്? സിമ്പത്തറ്റിക് ന്യൂറോൺസ്. ഈ സിമ്പത്തറ്റിക് ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ സിമ്പത്തറ്റിക് ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇത് എന്ത് റിലീസ് ചെയ്യും? അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, നമ്മൾ പഠിച്ച ഡ്രഗ്സ്. അപ്പൊ ഇത് പോയിട്ട് നമ്മുടെ ഹാർട്ടിന്റെ ഉള്ളിൽ ബീറ്റ-1 എന്ന് പറഞ്ഞ റിസപ്റ്റർ ഉണ്ട്. കേട്ടോ? ഈ ഹാർട്ടിന്റെ ഉള്ളിലത്തെ ബീറ്റ-1 റിസപ്റ്ററിനെ സെൻസിറ്റൈസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഈ ഹാർട്ടിന്റെ ഉള്ളിലത്തെ കാൽഷ്യത്തിന്റെ അളവ് കൂടും. ഹാർട്ടിന്റെ ഉള്ളിലത്തെ കാൽഷ്യത്തിന്റെ അളവ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? നമ്മുടെ എസ് എ നോഡിൽ നിന്നാണല്ലോ നമുക്ക് ഹാർട്ട് റേറ്റ് ഉണ്ടാവുന്നത്. എസ് എ നോഡിനെ ആക്ടിവേറ്റ് ചെയ്യും, അപ്പൊ ഹാർട്ട് റേറ്റ് കൂടും. അതേമാതിരി തന്നെ കാൽഷ്യം കൂടുമ്പോൾ കാൽഷ്യം ഹാർട്ടിനെ നല്ല ശക്തിയിൽ കൺട്രാക്ട് ചെയ്യും, അപ്പോൾ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂടും. ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂടി എന്തുണ്ടാവും? കാർഡിയക് ഔട്ട്പുട്ട് കൂടും. കാർഡിയക് ഔട്ട്പുട്ട്, ഇത് രണ്ടും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബി പി കൂടും. ഇത് ക്ലിയർ ആയോ? സർ ക്ലിയർ ആയി. ക്ലിയർ അപ്പൊ നമ്മുടെ സിമ്പത്തറ്റിക് ന്യൂറോൺസ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും റിലീസ് ചെയ്യും. അത് ബീറ്റ-1 റിസപ്റ്ററിനെ സെൻസിറ്റൈസ് ചെയ്യും. അപ്പൊ ബീറ്റ-1 റിസപ്റ്റർ സെൻസിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാൽഷ്യത്തിന്റെ അളവ് കൂട്ടും. കാൽഷ്യത്തിന്റെ അളവ് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഹാർട്ട് റേറ്റും കൂട്ടും, കാർഡിയക് ഔട്ട്പുട്ടും കൂട്ടും. ഇത് രണ്ടും കൂടി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബി പി കൂടും, അല്ലെ? ബി പി കൂടും. ഇത് മനസ്സിലാക്കിയല്ലോ? വളരെ എളുപ്പമല്ലേ? ഇതേമാതിരി തന്നെ നമ്മളെ ബ്ലഡ് വെസലിന്റെ ഉള്ളിൽ ആൽഫ-1 റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും വരുന്ന സമയത്ത് ഈ ആൽഫ-1 എപ്പോഴാണോ ആക്ടിവേറ്റ് ചെയ്യുന്നത്, ഈ ബ്ലഡ് വെസൽ, ഇങ്ങനെ വലിയ ബ്ലഡ് വെസൽ വന്ന് കൺസ്ട്രക്ട് ചെയ്യും. ടൈറ്റ് ആവും. ടൈറ്റ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇതിനൊന്നും നമ്മൾ എന്താ വിളിക്കുക? വേസോ കൺസ്ട്രിക്ഷൻ. ഈ വേസോ കൺസ്ട്രിക്ഷൻ ഉണ്ടായാൽ എന്താ നടക്കുക? നമ്മുടെ ബി പി കൂടും, അല്ലെ? മനസ്സിലായോ? മനസ്സിലായി സർ. ആൽഫ-1 സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവും, ബി പി കൂടും. എളുപ്പമല്ലേ? ഇതേമാതിരി തന്നെ കിഡ്നിയിലും ബീറ്റ-1 റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ അഡ്രിനാലും നോർ അഡ്രിനാലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബീറ്റ-1 ഇൻ കിഡ്നിയിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടൈപ്പ് ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് റെനിൻ. എല്ലാവരും കേട്ടിട്ടുണ്ടോ റെനിനെ പറ്റിയിട്ട്? കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റെനിൻ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? ഇപ്പൊ നമുക്ക് ഈ റെനിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മളൊരു സിസ്റ്റം പഠിക്കണം. അപ്പൊ ഈ റെനിൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലിവർ ഒരു ഹോർമോൺ സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് ആൻജിയോ ടെൻസിനോജൻ.
ആൻജിയോടെൻസിനോജൻ ഇനാക്റ്റീവ് ഫോം ആണ്. അപ്പൊ ഈ റെനിൻ വരുമ്പോ എന്താ ചെയ്യുക? ഈ ആൻജിയോടെൻസിനോജൻ നേരെ പോയിട്ട് ആൻജിയോടെൻസിൻ 1 ആവും അല്ലെ? ഈ റെനിൻ എന്ത് ചെയ്യും? ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആയി സർ. ഓക്കെ ക്ലിയർ ഓക്കെ. എന്നിട്ട് ഈ ആൻജിയോടെൻസിൻ 1-നെ ആൻജിയോടെൻസിൻ 2 ആക്കും. ആൻജിയോടെൻസിൻ 2 ആക്കും. ഇതിന്റെ പേരാണ്, ഇത് നമ്മുടെ ലങ്സ് റിലീസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ലങ്സ് ആണ് ഈ സാധനത്തിന് റിലീസ് ചെയ്യുന്നത്. ഇതിന്റെ പേരാണ് ACE എന്ന് വിളിക്കുന്നത്. അതായത് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. എന്താണ്? ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. ഓക്കെ. അപ്പൊ ആൻജിയോടെൻസിനോജനെ റെനിൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻജിയോടെൻസിൻ 1 ആവും. ആൻജിയോടെൻസിൻ 1-നെ ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ACE, അതായത് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. ഇത്രയും മനസ്സിലായോ? അപ്പൊ ഈ ആൻജിയോടെൻസിൻ 2 എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഒരു റിസപ്റ്റർ ഉണ്ട്, ആൻജിയോടെൻസിൻ റിസപ്റ്റർ എന്ന് വിളിക്കും. ആൻജിയോടെൻസിൻ 1 റിസപ്റ്റർ എന്നതിനെ വിളിക്കുന്നത് ആൻജിയോടെൻസിൻ റിസപ്റ്റർ എന്ന് വിളിക്കും. ഈ റിസപ്റ്ററിൽ പോയിട്ട് ഇത് ആക്ടിവേറ്റ് ചെയ്യും. ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കുറെ ചേഞ്ചസ് നടത്തും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തൊക്കെ ചേഞ്ചസ് നടത്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഇത് നമ്മുടെ ബ്ലഡ് വെസല്, വലിയ ബ്ലഡ് വെസൽ ആയിരുന്നതിനെ കൺസ്ട്രക്ട് ചെയ്യും, വാസോ കൺസ്ട്രക്ഷൻ നടത്തും. അപ്പൊ BP കൂടും വീണ്ടും. പിന്നെ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് സോഡിയത്തിനെ ബ്ലഡ് വെസലിന്റെ ഉള്ളിലേക്ക് പിടിച്ചു നിർത്തും. സോഡിയത്തിനെ നമ്മുടെ ബ്ലഡ് വെസലിന്റെ ഉള്ളിൽ പിടിച്ചു നിർത്തും. സോഡിയത്തിന് ഉള്ളിലേക്ക് വലിക്കും, പൊട്ടാസ്യത്തിന് പുറത്തേക്ക് കളയും. ഈ സോഡിയം ബ്ലഡ് വെസലിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടെ തന്നെ വെള്ളവും കയറും. സോഡിയം എവിടെയുണ്ടോ അതിന്റെ കൂടെ വെള്ളവും പോകും. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ സർക്കുലേറ്റിംഗ് ആയിട്ടുള്ള ബ്ലഡ് വോളിയം കൂടും. ഈ സോഡിയം ഉള്ളിൽ കയറുമ്പോൾ കൂടെ വെള്ളവും കയറും. അപ്പൊ എന്ത് ചെയ്യും? ബ്ലഡിന്റെ വോളിയം കൂടും. ബ്ലഡിന്റെ വോളിയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ BP കൂടും. ഇത്രയൊക്കെ മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഈ ആൻജിയോടെൻസിൻ റിസപ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് വാസോ കൺസ്ട്രക്ഷൻ നടത്തിയിട്ട് BP കൂടും. രണ്ടാമത് സോഡിയത്തിന് ഉള്ളിലേക്ക് വലിച്ചിട്ട് പൊട്ടാസ്യത്തിന് പുറത്തേക്ക് കളയും. എന്നിട്ട് അപ്പൊ ബ്ലഡ് വോളിയം കൂടുമ്പോൾ BP കൂടും. പിന്നെ ലാസ്റ്റ് ഇത് ഹാർട്ടിനെ ഒന്നും കൂടി വലുതാക്കും. ഹാർട്ടിന്റെ ഹൈപ്പർട്രോഫി ഉണ്ടാക്കും. ഹാർട്ടിനെ വലുതാക്കാൻ നോക്കും. ഹൈപ്പർട്രോഫി ഉണ്ടെങ്കിൽ ഹാർട്ടിന്റെ ശക്തി കൂടുന്ന വെച്ചിട്ടാണ് അത് വലുതാക്കുന്നത്. ഇത്രയും മനസ്സിലായോ? ഇതാണ് നമ്മുടെ ശരീരത്തിൽ BP കൂട്ടുന്ന ഒരു മെക്കാനിസം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ BP കൂടുന്നത്. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ സിമ്പത്തറ്റിക് ഓവർ ആക്ടിവിറ്റി കണ്ടോ? ഈ സിമ്പത്തറ്റിക് സിസ്റ്റം ഇതിന്റെ ആക്ഷൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് BP വരാം. ആണല്ലോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. സിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ ആക്ഷൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് BP വരാം. രണ്ടാമത്തത് നോക്കുവാണെങ്കിൽ ഈ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം ഉണ്ടല്ലോ, റെനിൻ ആൻജിയോടെൻസിൻ 1, ആൻജിയോടെൻസിൻ 2, അൽഡോസ്റ്ററോൺ, ഈ സിസ്റ്റം ഉണ്ടല്ലോ, ആൻജിയോടെൻസിൻ 2 സിസ്റ്റം. ഇതിനെയാണ് നമ്മൾ വിളിക്കുക റാസ് സിസ്റ്റം, റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്ററോൺ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി കൂടിയാലും നമുക്ക് BP കൂടാം അല്ലേ? അല്ലെങ്കിൽ ഈ സോഡിയത്തിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ BP കൂടാം. അപ്പൊ നമുക്ക് BP കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊരാൾക്ക് സാധാരണ ഒരു ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ വരണമെങ്കിൽ ഒന്ന് സിമ്പത്തറ്റിക് ആക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ വരാം. അല്ലെങ്കിൽ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്ററോൺ സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ വരാം. അല്ലെങ്കിൽ സോഡിയം ഇൻടേക്ക് കൂടിക്കഴിഞ്ഞാൽ വരാം. അല്ലേ? ഇത്രയും മനസ്സിലായോ? ഇത് ഞാൻ പറയാൻ കാരണം നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ഡ്രഗ്സ് പിടിക്കാൻ പറ്റും. ഈ ഒരു ചാർട്ട് മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എവിടേക്കാണ് ഇതിന്റെ ഡ്രഗ്സ് എന്ന് ആക്ട് ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പത്തിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ സംഭവം പഠിച്ചു തീർക്കാവുന്നേ ഉള്ളൂ. ഇത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പിന്നെ കാണാപ്പാഠം പഠിക്കേണ്ടി വരും അല്ല. പക്ഷെ ഈ ഒരു ഇമേജ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇനി പഠിക്കാൻ പോണ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഇതൊന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് പറയാമോ?
ഓക്കെ ആണോ? സർ ഇതില് ആൻജിയോടെൻസിൻ റിസപ്റ്റർ എവിടെയുണ്ടെന്നാ സർ പറഞ്ഞേ? ഓക്കെ, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ഒന്ന് ബ്ലഡ് വെസലിലുണ്ട്, ഇത് കാണുന്നുണ്ടോ ഇവിടെ? ഇത് ബ്ലഡ് വെസലിലുണ്ട്, പിന്നെ കിഡ്നിയിലുണ്ട്, കിഡ്നിയിലുണ്ട്, പിന്നെ ഹാർട്ടിലുണ്ട്. ഹാർട്ടിൽ. ഓക്കെ സർ, മനസ്സിലായോ? ക്ലിയർ ആയി സർ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, ബി പി കൂടുന്ന 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് സിമ്പതറ്റിക് ഓവർ ആക്ടിവിറ്റി. നമുക്ക് എപ്പോഴാണ് സിമ്പതറ്റിക് ഓവർ ആക്ടിവിറ്റി കൂടുക? ഒന്ന് ആലോചിക്കുക, ഇറ്റ് ഇസ് എ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് ഹോർമോൺ. ഇപ്പൊ നമ്മളൊരാൾ ഭയങ്കര സ്ട്രെസ്സിലുള്ള ഒരാളാണ്, എപ്പോഴും സ്ട്രെസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ അഡ്രിനാലും നോർ അഡ്രിനാലും വെറുതെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സിമ്പതറ്റിക് ആക്ടിവിറ്റി കൂടാം. അങ്ങനെയുള്ള ആൾക്കാർക്ക്, ഹൈ സ്ട്രെസ്സിലുള്ള ആൾക്കാർക്ക് അതുകൊണ്ടാണ് ബി പി വരാൻ ചാൻസ് കൂടുതൽ. നമ്മൾ ആലോചിക്കും, എപ്പോഴും നീ സ്ട്രെസ് അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ബി പി വരില്ലോ എന്നൊക്കെ പറയില്ലേ. അതിന്റെ ഒരു കാരണം ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഈ റാസിന്റെ ഓവർ ആക്ടിവിറ്റി കാരണം വരാം. പിന്നെ നമ്മൾ കൂടുതൽ ഉപ്പ് കഴിക്കുന്ന ആൾക്കാർക്ക് സോഡിയം ഇൻടേക്ക് കൂടി കഴിഞ്ഞാൽ ബി പി വരും എന്ന് പറയുന്നത്. സോഡിയം ഇൻടേക്ക് കൂടി കഴിഞ്ഞാൽ ബി പി വരും. കാരണം എന്താ, നമ്മൾ ഇന്ത്യയിൽ നമുക്ക് ശരിക്കും ഒരാൾ കഴിക്കാൻ പോണത് ലെസ് ദാൻ 2 ഗ്രാം, അതായത് 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ സോൾട്ടേ നമ്മൾ പെർ ഡേ കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ വീട്ടിൽ ചിലപ്പോൾ ഇത്രയൊക്കെ ആയിരിക്കും ഒരാൾ ഉപയോഗിക്കുന്നുണ്ടാവുക. പക്ഷെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ലേസിന്റെ പാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സോഡിയത്തിന്റെ അളവ് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഈ ഫ്രൈഡ് ഐറ്റംസ് അല്ലെങ്കിൽ മെക്ഡൊണാൾഡ്സ് ഇവിടെ നിന്നൊക്കെ വാങ്ങുന്ന ഈ സംഭവത്തിന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ടേസ്റ്റ് ആണ്. കാരണം ഇതിന്റെ ഉള്ളിൽ ഹൈ ഷുഗറും ഹൈ സോൾട്ടും ഇടും. അപ്പൊ നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ കൺഫ്യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ള സംഭവമാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്നത് നോക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 20 ഗ്രാമൊക്കെയാണ് ഒരു ഇന്ത്യൻ ഡയറ്റിൽ വരുന്നത്. ഈ നമ്മളിപ്പോ പഠിക്കുന്ന ഏജ് ആണെങ്കിലും ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ. അപ്പൊ ഈ സോഡിയം ഇൻടേക്ക് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഭയങ്കര നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. എല്ലാവരും സോഡിയം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളൊരു 80% ആൾക്കാരും സോഡിയം കൂടുതലാണ് കഴിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഈ ഹൈപ്പർ ടെൻഷൻ വരാനും ഒരു കാരണം ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? യെസ് സർ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് കടക്കാം. ട്രീറ്റ്മെന്റിലേക്ക് കടക്കണമെങ്കിൽ ഇനി ഭയങ്കര എളുപ്പമല്ലേ ട്രീറ്റ്മെന്റ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ ഡയഗ്രാം വീണ്ടും കൊടുക്കുക. നമുക്ക് ബി പി കൂട്ടാനുള്ള സിഗ്നൽ എവിടെന്നാ വരുന്നേ? തലേന്നല്ലേ വരുന്നേ? അപ്പൊ തലേന്ന് ഈ സിമ്പതറ്റിക് ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള സിഗ്നൽ വരുമ്പോഴാണ് നമുക്ക് ബി പി കൂടുന്നത്. അപ്പൊ നമ്മുടെ തലയിൽ ഒരു റിസപ്റ്റർ ഉണ്ട്, α2A റിസപ്റ്റർ എന്ന് പറഞ്ഞ സാധനം ബ്രെയിനിൽ. ഈ സംഭവം നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ സിമ്പതറ്റിക് ഡിസ്ചാർജ് കുറയും. അപ്പൊ ഈ ക്ലാസ് ഓഫ് ഡ്രഗിനെ നമ്മൾ വിളിക്കുന്നതാണ് α2A എഗോണിസ്റ്റ്. ഈ α2A എഗോണിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പതറ്റിക് ആക്ടിവിറ്റി കുറയും. സിമ്പതറ്റിക് ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ എല്ലാ ആക്ടിവിറ്റി, അതായത് ഈ കാണുന്ന എല്ലാ ആക്ടിവിറ്റി, ഇവിടെ കാണുന്ന എല്ലാ ആക്ടിവിറ്റിയും കുറയും. സിമ്പതറ്റിക് ഔട്ട്ഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റി എല്ലാം കുറയും, അല്ലെ? സിമ്പതറ്റിക് ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന സിഗ്നൽ നമ്മൾ കുറയ്ക്കുക എന്നുള്ള ഒരു ഡ്രഗ് ഉണ്ട്. ഈ സിമ്പതറ്റിക് ആക്ടിവിറ്റി കുറയ്ക്കാനായിട്ടുള്ള ഒരു ഡ്രഗ് ഉണ്ട്. അതിന്റെ പേരാണ് α2A എഗോണിസ്റ്റ്. അപ്പൊ ഈ α2A എഗോണിസ്റ്റ് ഇപ്പൊ ഇത് സെൻട്രലി ആക്ടിങ് അല്ല, ഇത് ബ്രെയിനിലല്ല ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് സെൻട്രൽ സിമ്പതോലൈറ്റിക്സ്. ഞാൻ ഒന്നുകൂടി എഴുതാം. ഇത്രയും മനസ്സിലായോ? Okay, ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാം. നമ്മൾ ബ്രെയിനിൽ വരുന്ന സിഗ്നൽ നമ്മൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ α2A എന്ന് പറഞ്ഞ റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ചെയ്യണം. അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്ന ഡ്രഗ്സിന്റെ പേരാണ് സെൻട്രൽ സിമ്പതോലൈറ്റിക്സ്. അതിനെ വിളിക്കുന്നതാണ് α2A എഗോണിസ്റ്റ്. ഇതിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആൽഫ മീഥൈൽ ഡോപ്പ. കേട്ടിട്ടുണ്ടോ ഈ ഡ്രഗിനെ പറ്റിയിട്ട്? ആൽഫ മീഥൈൽ ഡോപ്പ. പിന്നെ ക്ലോണിഡിൻ, നമ്മൾ പ്രഗ്നൻസിയിലൊക്കെ കൊടുക്കുന്നത് ക്ലോണിഡിൻ, ആൽഫ മീഥൈൽ ഡോപ്പ, ക്ലോണിഡിൻ. ഈ ഡ്രഗ്സിന്റെ പേരൊന്ന് ഓർത്ത് വെക്കുക. ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാം, ജസ്റ്റ് റഫ് ഐഡിയ പറയുന്നത് കേട്ടോ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് ഇനി ബി പി കുറയ്ക്കണമെങ്കിൽ നമ്മൾ തലേന്ന് വരുന്ന സിഗ്നൽ കുറച്ചു. ഇനി അതല്ലാണ്ട് വേറൊരു ഡ്രഗ്സ് ഉണ്ട്, ഈ β1 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നത്. ഈ β1 റിസപ്റ്റർ അല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ബീറ്റേനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സിനെ നമ്മൾ എന്താ വിളിക്കുക? ബീറ്റ ബ്ലോക്കേഴ്സ് അല്ലേ? അപ്പൊ ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ബി പി കുറയും.
ഇനി ഇതേ നമ്മളിവിടെ കണ്ടു ആൽഫ റിസപ്റ്റർ. ആൽഫ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുക ആൽഫ ബ്ലോക്കേഴ്സ്. അത് കൊടുത്താൽ പോരെ, ബി പി കുറയൂലേ? കുറയും. പിന്നെ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് പ്രശ്നം ഉണ്ടാകുന്നത് കാൽഷ്യം കൂടുന്നോണ്ടല്ലേ. അപ്പൊ ഈ കാൽഷ്യത്തിന് ബ്ലോക്ക് ചെയ്യണ കുറച്ച് മരുന്ന് കൊടുത്തൂടെ? അതിനെ നമ്മൾ വിളിക്കുന്നതാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. ഇനി ഒന്ന് ആലോചിക്കുക, ഇത് ഈ കിഡ്നിയിൽ ബീറ്റ 1 സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ പിന്നെ കൂടുന്ന സാധനമാണ് റാസ്. ഈ റാസിനെ ബ്ലോക്ക് ചെയ്താൽ പോരെ? കാൽഷ്യത്തിന്റെ പോയിന്റ് ഒന്നുകൂടെ പറയാമോ? ഓക്കെ, അപ്പൊ നമ്മള് ഈ അഡ്രിനാലിനും നോറഡ്രിനാലിനും സിമ്പതറ്റിക് ന്യൂറോൺസ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ബീറ്റ 1 റിസപ്റ്റേഴ്സ് ഇൻ ദ ഹാർട്ട് ആക്ടിവേറ്റ് ആവും. അപ്പൊ എന്ത് ചെയ്യും? കാൽഷ്യം ചാനൽസ്, എസ്പെഷ്യലി എൽ ടൈപ്പ് കാൽഷ്യം ചാനൽസ്, എൽ ടൈപ്പ് കാൽഷ്യം ചാനൽസ് ആക്ടിവേറ്റ് ആവും. എൽ ടൈപ്പ് കാൽഷ്യം ചാനൽസ് ആക്ടിവേറ്റ് ആവുമ്പോഴാണ് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നതും കാർഡിയക് ഔട്ട്പുട്ടും കൂടുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഈ എൽ ടൈപ്പ് കാൽഷ്യം ചാനൽസിനെ ബ്ലോക്ക് ചെയ്താൽ പോരെ? അപ്പൊ നമുക്ക് ബി പി കുറഞ്ഞൂടെ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്, ഈ റാസ് കൂടുന്നോണ്ടല്ല ബി പി കൂടുന്നത്. ഈ റാസിനെ ബ്ലോക്ക് ചെയ്താൽ പോരെ? റാസിനെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകളുടെ പേരെന്താ? റാസ് ഇൻഹിബിറ്റേഴ്സ്. അപ്പൊ കുറെ ഡ്രഗ്സ് ആയാലും നമുക്കിപ്പോ ബി പി കുറയ്ക്കാനായിട്ട്. അപ്പൊ ഈ ഡയഗ്രാമിന്റെ ഒരു കാര്യം മനസ്സിലായോ? ഈ ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 80% ഓഫ് ഡ്രഗ്സ്, ബി പി കുറയ്ക്കാനുള്ള ഡ്രഗ്സ് നമ്മൾ പഠിച്ചു. ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ ഇതൊരു ഒരു ഫ്ലോ ചാർട്ട് മാതിരി എഴുതി കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ക്ലിയർ ആവും കേട്ടോ. അപ്പൊ നമ്മള് അത് ഞാൻ പറയാം. AC ഇൻഹിബിറ്റേഴ്സിന്റെ കാര്യം പറയാം. അത് റാസിന്റെ അടിയിൽ വരുന്നതാണ്. ഞാനിപ്പോ നമ്മൾ ഫ്ലോ ചാർട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ക്ലിയർ ആവും. ഞാൻ ഒന്ന് വരയ്ക്കാം. ഇപ്പൊ ആന്റി ഹൈപ്പർ ടെൻസീവ് ഡ്രഗ്സ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ ഓരോരോ ക്ലാസിന്റെ അടുത്ത് പറയാവോ? ഫസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചത് എന്താണ്? ഓക്കെ, സെൻട്രൽ എന്താണ്? സെൻട്രൽ സിമ്പത്തോലൈറ്റിക്സ്. അതിന്റെ മെക്കാനിസം എന്താണ്? ആൽഫ 1A, ആൽഫ 2A, ആൽഫ 2A അഗോണിസ്റ്റ് ആണ് അല്ലേ? സിമ്പിൾ അല്ലേ? ഇതിന്റെ എക്സാമ്പിൾസ് ഒന്ന് പറയാവോ? ആൽഫ മീഥൈൽ ഡോപ്പ, പിന്നെ ക്ലോണിഡിൻ. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത എന്താ പഠിച്ചേ? അടുത്തത് നമ്മൾ പഠിച്ചു എന്തൊക്കെ ഡ്രഗ്സാ പഠിച്ചേ? അതായത് ബീറ്റ ബ്ലോക്കേഴ്സ്. അപ്പൊ ബീറ്റ ബ്ലോക്കേഴ്സിന്റെ ക്ലാസ് നമ്മൾ വരുന്നത് എന്തിലാണെന്നറിയോ? ബീറ്റ ബ്ലോക്കേഴ്സും ഇത് വരുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്. കാരണം അഡ്രിനർജിക് സിസ്റ്റത്തിനാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. അഡ്രിനർജിക് ബ്ലോക്കേഴ്സിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ആൽഫ ബ്ലോക്കേഴ്സ് ഉണ്ട്, പിന്നെ ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി ആലോചിക്കാം, ആൽഫ പ്ലസ് ബീറ്റ രണ്ടും ഒരുമിച്ച് ബ്ലോക്ക് ചെയ്തൂടെ? എന്നാലും കാര്യം നടക്കൂലേ? അല്ലേ? അപ്പൊ അഡ്രിനർജിക് ബ്ലോക്കേഴ്സും പഠിച്ചു. അപ്പൊ സെൻട്രൽ സിമ്പത്തോലൈറ്റിക്സ് പഠിച്ചു, നമ്മൾ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് പഠിച്ചു. അഡ്രിനർജിക് ബ്ലോക്കേഴ്സിന്റെ ഇടയിൽ ആൽഫ ബ്ലോക്കേഴ്സ്, ബീറ്റ ബ്ലോക്കേഴ്സ്, ആൽഫ പ്ലസ് ബീറ്റ. അടുത്ത മെക്കാനിസം നമ്മൾ എന്താ പഠിച്ചതെന്ന് പറയാമോ? ഓക്കെ, അടുത്തത് നമ്മൾ പഠിച്ചതാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. ഓക്കെ, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. അപ്പൊ ഞാൻ ഓക്കെ, അത് പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ക്ലാസ് പഠിച്ചത് എന്തായിരുന്നു? റാസ് ഇൻഹിബിറ്റേഴ്സ് അല്ലേ? റാസ് ഇൻഹിബിറ്റേഴ്സ് അവിടെ ഇരിക്കട്ടെ. ഇത്രയുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ 2-3 ക്ലാസ്സും കൂടി ഉണ്ട്. അതിന്റെ പേര് ഞാൻ പറയാം. ഒന്ന് ആലോചിക്കുക, നമ്മുടെ ബ്ലഡ് വെസല്, ഇപ്പൊ നമുക്ക് ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട് അല്ലെ? ഞാൻ ആർട്ടറി വെയിൻ വരയ്ക്കുക. ഇതിപ്പോ ആർട്ടറി ആണെന്ന് വിചാരിച്ചോട്ടെ, അല്ല ഇത് ആർട്ടറി ആണെന്ന് വിചാരിച്ചോട്ടെ, ഇത് വെയിൻ ആണെന്ന് വിചാരിച്ചോ. നമുക്ക് ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട്. ഇതിനെ ഡയലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡ്രഗ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ വിളിക്കുക വാസോ ഡയലേറ്റേഴ്സ്. അപ്പൊ നമുക്ക് ഒരു ക്ലാസ്സും കൂടി ഓഫ് ഡ്രഗ്സ് ഉണ്ട്. അതിന്റെ പേരാണ് വേസോ ഡയലേറ്റേഴ്സ്. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ബ്ലഡില്, നമ്മളിപ്പോ ഇത് ബ്ലഡ് വെസലാന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറെ ബ്ലഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ബ്ലഡിന്റെ വോളിയം കുറയ്ക്കുക. ബ്ലഡിന്റെ വോളിയം കുറയ്ക്കുന്ന കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. അതായത് കിഡ്നി കൂടെ നമുക്ക്
ബ്ലഡ് ഫിൽട്ടർ ചെയ്തിട്ട് യൂറിനായിട്ട് കളയുന്ന ഡ്രഗ്സ് ഉണ്ട്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഡൈയൂററ്റിക്സ്. അപ്പം നമ്മള് ബ്ലഡ് ഫിൽട്ടർ ചെയ്തിട്ട് കൂടുതലും വെള്ളമായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വോളിയം കുറയും. ബ്ലഡ് വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബി പി കുറയും. അപ്പൊ നമുക്ക് ഡയോററ്റിക്സും ബി പി കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്തൂടെ? അപ്പൊ ഡൈയൂററ്റിക്സ്. ഇത്രയ്ക്ക് മനസ്സിലായോ? യെസ് സർ. ഇത്രയും മനസ്സിലായില്ലേ? അപ്പൊ ഒന്ന് ആരെങ്കിലും ഒന്ന് സമ്മറൈസ് ചെയ്യാവോ? ജസ്റ്റ് അത് പെട്ടെന്ന് എന്തൊക്കെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചത്? എന്തൊക്കെ ഡ്രഗ്സ് ആണ്? ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് ഒന്ന് പറഞ്ഞു. ആൽഫ ടു അഗോണിസ്റ്റ് ബദലായി ആക്ടിവിറ്റിയെ കുറച്ച് ബീറ്റ ബ്ലോക്കേഴ്സ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. ഓക്കെ. പിന്നെ വാസോഡൈലേറ്റേഴ്സ്, പിന്നെ റാസ് ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ. ഇപ്പൊ നമ്മൾ ഡീറ്റെയിലിൽ പഠിച്ചത് എന്താണ്? ഇപ്പൊ നമ്മൾ ആകെ ഡീറ്റെയിലിൽ ഇത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. സെൻട്രൽ സിമ്പത്തലൈറ്റിക്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. കാരണം ഈ സാധനം സെൻട്രലി ആക്ടിങ് ആണ്. അപ്പൊ ഈ സെൻട്രലി ആക്ടിങ് ആയതുകൊണ്ട് തന്നെ ഇത് സേഫ് ഇൻ പ്രഗ്നൻസി ആണ്. പ്രഗ്നൻസിയിൽ ഫസ്റ്റ് പ്രിഫേർഡ് ഡ്രഗ് ഹൈപ്പർ ടെൻഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആൽഫ മീഥൈൽ ഡോക്ടർ. ഇത് പ്രഗ്നൻസിയിൽ സേഫ് ആണ്. പക്ഷേ ഇത് നമ്മുടെ ബ്രെയിനിൽ ആക്ട് ചെയ്യുന്ന സാധനമാണ്. ആൽഫ 2A. അപ്പോൾ ഡിപ്രഷൻ ഉള്ള ഒരാൾക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ? ഡിപ്രഷൻ ഉള്ള ഒരാൾക്കും അല്ലെങ്കിൽ നമ്മുടെ സെൻസോറിയം ഓൾട്ടേർഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും, സെൻസോറിയം കുറഞ്ഞ ആൾക്കാർക്കൊന്നും അത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇറ്റ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ഡിപ്രഷൻ ആസ് വെൽ എസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ നമ്മുടെ ഈ സെൻസോറി ഒക്കെ കുറഞ്ഞ ആൾക്കാർക്കും വളരെ ഓൾഡ് ആയ പേഷ്യൻസിനും നമ്മൾ കൊടുക്കില്ല. അപ്പൊ അതാണ് ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി ആൽഫ ബ്ലോക്കേഴ്സും ബീറ്റ ബ്ലോക്കേഴ്സും നമുക്ക് വേറൊരു ക്ലാസ്സിൽ പഠിക്കാം. ഈ ഡയോററ്റിക്സും കുറച്ച് വലുതാണ്, അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പഠിക്കാം. നമ്മൾ നേരെ പോകാൻ പോകുന്നത് റാസ് ഇൻഹിബിറ്റേഴ്സിലേക്ക്. ഓക്കെ, ഈ റാസ് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു റാസിന്റെ? നമ്മൾ ആൻജിയോടെൻസിനോജൻ എന്തായി മാറും? ആൻജിയോടെൻസിൻ 1 ആവും, പിന്നെ അത് ആൻജിയോടെൻസിൻ 2 ആവും. ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം എന്താണ്? റെനിൻ. ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം എന്താണ്? ആൻജിയോടെൻസിൻ ACE ഇൻഹിബിറ്റേഴ്സ്, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം അല്ലെ? ഇനി ഇത് പോയിട്ട് ഏത് റിസപ്റ്ററിലെയാണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? ആൻജിയോടെൻസിൻ 1 റിസപ്റ്റർ, AT1 റിസപ്റ്റർ എന്നാണ് ഇതിനെ വിളിക്കുക. ഈ 1 നോക്കണ്ട, ആൻജിയോടെൻസിൻ റിസപ്റ്റർ. ഓക്കെ, ആൻജിയോടെൻസിൻ റിസപ്റ്റർ AR. അപ്പൊ നമുക്ക് BP കുറയ്ക്കണമെങ്കിൽ ഇനി എന്തൊക്കെ വഴികളുണ്ട്? ഈ റെനിനെ ഇൻഹിബിറ്റ് ചെയ്യാം. ഈ റെനിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സിന്റെ പേരെന്താണ്? ഇറ്റ് ഇസ് നോൺ ആസ് ഡയറക്റ്റ് റെനിൻ ഇൻഹിബിറ്റേഴ്സ്. കുറച്ചുകൂടെ റെനിൻ ഇൻഹിബിറ്റ് ചെയ്ത പോലെ BP കുറഞ്ഞൂടെ? ഇല്ലേ? അപ്പൊ ഡയറക്ട്ലി റെനിൻ ഇൻഹിബിറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ ACE ഇൻഹിബിറ്റ് ചെയ്താൽ മതി, ACE ഇൻഹിബിറ്റ് ചെയ്താൽ മതി. അപ്പൊ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ACE ഇൻഹിബിറ്റേഴ്സ്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്ട്ലി ആൻജിയോടെൻസിൻ 2ന്റെ റിസപ്റ്ററിൽ പോയിട്ട് ബ്ലോക്ക് ചെയ്യാം. അതിനെയാണ് നമ്മൾ വിളിക്കുക ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ. അപ്പൊ നമ്മൾ ഈ റാസ് ഇൻഹിബിറ്റേഴ്സിന്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? 3 ഡ്രഗ്സ് ഉണ്ട് റാസ് ഇൻഹിബിറ്റേഴ്സിന്റെ ഉള്ളിൽ. എന്തൊക്കെയായിരുന്നു? Direct renin inhibitors, ACE ACE inhibitors, ഓക്കെ, ഡയറക്റ്റ് ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ്. അപ്പൊ ഡയറക്റ്റ് റെനിൻ ഇൻഹിബിറ്റേഴ്സ് നമ്മൾ അധികം ക്ലിനിക്കലി യൂസ് ചെയ്യാറില്ല. ഇതിന്റെ പേര്, ഒരെണ്ണത്തിന്റെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. കിരൺ എന്നാണ് വരുന്നത്. എലിസ് കിരൺ, IREN വരും. ഇൻഹിബിറ്റർ ഓഫ് റെനിൻ, അതാണ്. ഒന്നുകൂടെ എഴുതാം, എലിസ് കിരൺ. അതായത് ഈ I സ്റ്റാൻഡ്സ് ഫോർ ഇൻഹിബിറ്റർ, റെൻ സ്റ്റാൻഡ്സ് ഫോർ റെനിൻ. അപ്പോൾ അലിസ് കിരൺ എന്നാണ് ഈ ഡ്രഗിന്റെ പേര്. നമ്മൾ അത്രയും ക്ലിനിക്കലി യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഇതിനെപ്പറ്റി അധികം ഡീറ്റെയിൽ നമ്മൾ പഠിക്കണം. ഇത് ക്ലിയർ ആയോ? yes sir. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കുന്ന ഡ്രഗാണ് എന്ത്? ACE ഇൻഹിബിറ്റേഴ്സ് അല്ലെ? ACE ഇൻഹിബിറ്റേഴ്സ് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗാണ്. നമ്മളൊരു ഡ്രഗ് നമ്മൾ ഹൈപ്പർ ടെൻഷനിൽ എല്ലാവരും പഠിച്ചിരിക്കുന്ന ഡ്രഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ACE ഇൻഹിബിറ്റേഴ്സ് ആണ്.
അപ്പൊ എ സി ഇൻഹിബിറ്റേഴ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ അതിൽ തന്നെ പറയാം. എ സി ഇൻഹിബിറ്റേഴ്സിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ക്യാപ്റ്റോപ്രിൽ, അവസാനം പ്രിൽ വരും. ക്യാപ്റ്റോപ്രിൽ, എനലാപ്രിൽ, ലിസ്നോപ്രിൽ, റാമിപ്രിൽ. ഈ പ്രില്ല് വരുന്ന മെഡിസിൻസ് ആണ് എന്ത് വരുന്നത്? ഈ ഏസ് ഇൻഹിബിറ്റേഴ്സിൽ വരുന്നത്. മനസ്സിലായോ? അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഡ്രഗ് ഇതൊരു പ്രോ ഡ്രഗ് ആണ്. ഇത് പ്രോ ഡ്രഗ്. പ്രോ ഡ്രഗ് എന്ന് പറഞ്ഞത് ആക്റ്റീവ് ഫോം അല്ല. നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ ഇത് ലാറ്റ് എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറും. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എനലാപ്രിൽ എടുക്കുകയാണെങ്കിൽ എനലാപ്രിലാറ്റ് ആയി മാറും. ഇതാണ് ആക്റ്റീവ് ഫോം. ഇതാണ് മെയിൻ ആക്ടിവിറ്റി ഉണ്ടാകുന്ന ഡ്രഗ്. ഇത് എൻട്രൻസിനൊക്കെ ചോദിക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇത് പ്രോ ഡ്രഗ് ആണ്. പക്ഷെ ഇത് ആക്റ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ എൻലാപ്രിലാറ്റ്, അവസാനം ലാറ്റ് വരും. ലിസ്നോപ്രിലാറ്റ്, അവസാനം ലാറ്റ് വരുമ്പോൾ അത് ആക്റ്റീവ് ഫോം. ചിലപ്പോൾ ചില എൻട്രൻസിന് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇതൊരു വളരെ നല്ലൊരു ഡ്രഗ് എന്ന് പറയാൻ കാരണം, ഇത് വളരെ നല്ലൊരു ഡ്രഗ് ആണെന്ന് പറയാൻ കാരണം ഇതിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പൊ ഈ ഏസ് ഇൻഹിബിറ്റേഴ്സിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റി നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു കിഡ്നി ഡിസീസ് ഉള്ള ഒരാൾ, നമുക്ക് കിഡ്നിക്ക് ഒരു അസുഖമുള്ള ഒരു ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ഒരാൾ ഇത് ഏസ് ഇൻഹിബിറ്റേഴ്സ്, ഹൈപ്പർ ടെൻഷനും ഉണ്ട്, ആൾക്ക് ക്രോണിക് കിഡ്നി ഡിസീസും ഉണ്ട്. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഡ്രഗ് എന്താ? ഏസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. കാരണം ഇറ്റ് ഹാസ് നെഫ്രോ പ്രൊട്ടക്റ്റീവ് എഫക്ട്. കിഡ്നീനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഇത് നമ്മൾ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും കൂടിയുള്ള ഒരാളാണെന്ന് വിചാരിക്കട്ടെ, ആൾക്കും നമ്മൾ എന്താ പ്രിഫർ ചെയ്യുക? ഏസ് ഇൻഹിബിറ്റേഴ്സാ പ്രിഫർ ചെയ്യുക. കാരണം എന്താ? ഇത് ഇൻസുലിന്റെ സെക്രീഷൻ കൂട്ടും. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയും അല്ലേ? ബ്ലഡ് ഷുഗറും കുറയും അല്ലേ? അപ്പൊ ഹൈപ്പർ ടെൻഷനും ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസിനും ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിനും ഇത് പ്രിഫർ ചെയ്യും. ഇനി ആലോചിച്ച് നോക്കിയേ, ഹൈപ്പർ ടെൻഷനും സ്ട്രോക്ക് ഉള്ള പേഷ്യൻസിനും അവർക്കും പ്രിഫർ ചെയ്യുന്ന ഡ്രഗ് ഏസ് ഇൻഹിബിറ്റേഴ്സ്. കാരണം ഇറ്റ് ഹാസ് ന്യൂറോ പ്രൊട്ടക്റ്റീവ് എഫക്ട്. ഇതിന് ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ആണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഹൈപ്പർ ടെൻഷനും റെറ്റിനയ്ക്ക് കംപ്ലൈന്റ് ഉണ്ട്, അങ്ങനെയുള്ള പേഷ്യന്റ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഏസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. കാരണം ഇറ്റ് ഹാസ് റെറ്റിനോ പ്രൊട്ടക്റ്റീവ് എഫക്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ഒരു ഏസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്ന ഡ്രഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഇനി ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ ഹൈപ്പർ ടെൻഷനും ഒരാൾക്ക് MI വന്നു, പോസ്റ്റ് MI ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞൊരു പേഷ്യന്റ്, ആൾക്ക് ഹൈപ്പർ ടെൻഷൻ, ആൾക്കും പ്രിഫർ ചെയ്യുന്നത് ഇത് തന്നെയാണ്. മനസ്സിലായി? അപ്പൊ ഇതുകൊണ്ടാണ് നമ്മുടെ ഏസ് ഇൻഹിബിറ്റേഴ്സ് ഒരു മാജിക്കൽ ഡ്രഗ് വരെയാണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് ചോയ്സ് ഓഫ് ആന്റി ഹൈപ്പർടെൻസീവ് തെറാപ്പിയിൽ നമ്മൾ കൊടുക്കുന്ന ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ക്ലാസിഫിക്കേഷൻ വെച്ച് കൊടുക്കുന്ന മരുന്നാണ് ഏസ് ഇൻഹിബിറ്റേഴ്സ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഏസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ നല്ല ഡ്രഗ് ആണല്ലോ, വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ഇത് തന്നെ കൊടുക്കാന്ന് വിചാരിക്കും അല്ലേ? പക്ഷേ ഏസ് ഇൻഹിബിറ്റേഴ്സിന് ഒരു പ്രശ്നമാണ്. ഇത് എന്താണ് ബ്ലോക്ക് ചെയ്യുന്നത്? ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. ഇതാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. ഈ എൻസൈം എവിടെയുള്ളത്? ഞാൻ നേരത്തെ ക്ലാസ് തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുള്ളത് ലങ്സിനുള്ളിലാണ്. ലങ്സിന്റെ എപ്പിത്തീലിയത്തിനുള്ളിലാണ്, ബ്ലഡ് വെസൽസിന്റെ ഉള്ളിലാണ് ഇതുള്ളത്, ഈ എൻസൈം ഉള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് വേറൊരു സംഭവം ഉണ്ടാവും, ബ്രാഡിക്കൈനിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. ഇതിന്റെ ലെവൽ കൂടും. ഈ ബ്രാഡിക്കൈനിൻ ആക്ച്വലി നല്ലൊരു സാധനമാണ്, ഇത് BP കുറയ്ക്കാൻ സഹായിക്കും. പക്ഷെ ഈ ബ്രാഡിക്കൈനിൻ കൂടി കഴിഞ്ഞാൽ കുറെ അലർജി ഉണ്ടാവും. എന്തൊക്കെ അലർജി ഉണ്ടാവും നമ്മൾ നോക്കാം. ഒന്ന്, ഡ്രൈ ആയിട്ട് കുത്തിയുള്ള ചുമ വന്നുകൊണ്ടേയിരിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ബ്രാസി കഫ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്, ബ്രാസി കഫ്. ഇങ്ങനെ കുത്തിയുള്ള ചുമ, ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് പേഷ്യന്റിന് ചുമയോട് ചുമ, എപ്പോ വന്നാലും ചുമ, വേറൊരു പ്രശ്നമില്ല. ഈ ചുമ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പേഷ്യന്റിന് ഈ മരുന്ന് സ്റ്റോപ്പ് ചെയ്യണം, ബിക്കോസ് അതൊരു അലർജിയാണ്. രണ്ടാമത് അർട്ടിക്കേരിയ, പേഷ്യന്റ് ഫുള്ള് ചൊരിച്ചൽ വരും. അല്ലെങ്കിൽ ഇനി പിന്നെ പേഷ്യന്റ് വരാൻ പറ്റുന്നത് ആൻജിയോ ന്യൂറോട്ടിക് എഡിമ. ഈ ചുണ്ടും ലിപ്സും ഒക്കെ ഇങ്ങനെ വീർത്ത് വരാം, ചിലപ്പോൾ ശ്വാസം മുട്ടും വരാം, ബ്രെത്ത്ലെസ്നെസ്സും വരാം. മനസ്സിലായോ?
അപ്പൊ ഇത്രയും അലർജി ഉണ്ട്. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യേണ്ട കാര്യം. ഡ്രൈ കഫ് ഉണ്ടെങ്കിൽ പേഷ്യന്റ് ഈ മരുന്ന് നിർത്തിയേ പറ്റും. ഇപ്പൊ മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു അലർജിയാണ്. ഇത് ഒരു 20-30% നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പേഷ്യൻസിന് നമ്മൾ ഈ ബ്രാസി കഫ് അല്ലെങ്കിൽ ഡ്രൈ കഫ് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ ഇപ്പൊ ഇത്രയും കേസ് പറഞ്ഞു, ഇത്രയും പേഷ്യൻസിന് നമുക്ക് കൊടുക്കാം. വളരെ നല്ലൊരു കാര്യമില്ല. ഇത്രയും ഹൈപ്പർ ടെൻഷൻ, CKD നല്ല കാര്യം, ഡയബറ്റീസ് നല്ല കാര്യം, സ്ട്രോക്ക് നല്ല കാര്യം, റെറ്റിനോപ്പതി നല്ല കാര്യം, MI വന്ന പേഷ്യൻസിനും കൊടുക്കാം. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇത് കൊടുക്കാൻ പറ്റാത്ത കേസുകൾ എന്താണ്? അപ്പോ ഇത് റെനിൻ ACE inhibitors are contraindicated in indicated in എന്താണ് പറഞ്ഞത്? ആരോ ഒരു ആൻസർ പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. കറക്റ്റ് ആണ്. എന്താണ്? COPD ആക്ച്വലി കൊടുത്തോണ്ട് കുഴപ്പമില്ല, പക്ഷെ ഈ കഫ് വന്നു കഴിഞ്ഞാൽ നിർത്തണം. പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പറ്റില്ല. ഇതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു അസുഖമുണ്ട് നമുക്ക്. ഞാനിപ്പോ ഒരു പടം വരയ്ക്കാം. ഇത് നമ്മുടെ നെഫ്രോണാണ്, നമ്മുടെ കിഡ്നിയുടെ ഫിൽട്രേഷൻ യൂണിറ്റ് ആയ ഒരു നെഫ്രോണാണ്. ഇവിടെ നമ്മുടെ അസെൻഡിങ് ലൂപ്പ്, ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിഡ്നിയുടെ ഉള്ളിലേക്ക് ബ്ലഡ് വരുന്ന ബ്ലഡ് വെസൽ ഉണ്ട്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലാണ് ഇത് ബ്ലഡ് കൊണ്ടുവരുന്നത്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? എഫറന്റ് വെസൽസ്, അഫറന്റ് ആർട്ടീരിയോൾസ്. തിരിച്ചു കൊണ്ടുവന്ന ബ്ലഡിന് എന്താ വിളിക്കുക? ഇഫറന്റ് ആർട്ടീരിയോൾസ്, ഇഫറന്റ് ആർട്ടീരിയോൾസ്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യന്റ് ഹൈ പ്രഷറിലല്ലേ ഇത് വന്നുകൊണ്ടിരിക്കുക, ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക അഫറന്റിന്റെ ഉള്ളിൽ കൂടെ നല്ല പ്രഷറിൽ വന്നുകൊണ്ടിരിക്കുക. ഈ നല്ല പ്രഷറിൽ വരുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്ലോമറുലസ് തട്ടിയിട്ട് പ്രോട്ടീൻ ശരിക്കും നമ്മൾ ഫിൽട്ടർ ചെയ്യൂല, പക്ഷെ ഹൈ പ്രഷറിൽ വരുമ്പോൾ പ്രോട്ടീൻ യൂറിനിൽ കാണാൻ പറ്റും. പ്രോട്ടീൻ, അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് പ്രോട്ടീനൂറിയ അല്ലെങ്കിൽ ആൽബുമിനൂറിയ. അപ്പൊ നമ്മൾ ഒരു ACE ഇൻഹിബിറ്റേഴ്സ് കൊടുത്തു എന്ന് വിചാരിക്കുക. ACE ഇൻഹിബിറ്റേഴ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ എഫറന്റ് ആർട്ടീരിയൽസ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കില്ല, ഇതിനെ ലൂസ് ആക്കും, ഇതിനെ ഡയലേറ്റ് ചെയ്യും, വലുതാക്കും. അതായത് ഇത്രയും നേരം ഇങ്ങനെ കൺസ്ട്രക്ട് ആയിട്ടിരിക്കുന്ന എഫറന്റ് വെസൽസിനെ നമ്മൾ ACE ഇൻഹിബിറ്റേഴ്സ് കൊടുക്കുമ്പോൾ ഇത് വലുതാക്കുമ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ഫോഴ്സിൽ വരുന്ന ബ്ലഡിന് കുറെയൊക്കെ തിരിച്ച് ഇങ്ങോട്ട് വിടും. അപ്പൊ ഇത്രയും ഫോഴ്സിൽ വരില്ല, അപ്പൊ കിഡ്നി ഡാമേജ് കുറയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റീവ് ഇൻ ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലേ? കാരണം എഫറന്റ് ആർട്ടീരിയോൾസിനെ ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ല ഫോഴ്സിൽ വരുന്ന കുറെ ബ്ലഡിനെ തിരിച്ചങ്ങോട്ട് വിടും. തിരിച്ചു വിടുമ്പോൾ ഇത്രയും ഫോഴ്സിൽ ഗ്ലോമറുലസിന് അടിക്കൂല, ഈ കിഡ്നിക്ക് ഡാമേജും വരില്ല. അതുകൊണ്ടാണ് ഇതിനെ നെഫ്രോപ്രൊട്ടക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഒരു അസുഖമുണ്ട്. ആ അസുഖത്തിന് വിളിക്കുന്ന പേരാണ്, ചില ആൾക്കാർക്ക് വരുന്നതാണ് റീനൽ ആർട്ടറി സ്റ്റീനോസിസ്. ചില ആൾക്ക് റീനൽ ആർട്ടറി സ്റ്റീനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ അഫറന്റ് വെസൽസ് വരുമല്ലോ, ഈ അഫറന്റ് വെസൽസ് വരുന്നത് ഓൾറെഡി വളരെ കൺസ്ട്രക്റ്റഡ് ആയിട്ടായിരിക്കും. കാരണം അവിടുത്തെ ആർട്ടറി കൺസ്ട്രക്റ്റഡാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരാൾക്ക് ബ്ലഡ് ഇതിൽ കൂടെ വരുന്നതേ കുറവാണ്. പക്ഷെ നമ്മളിപ്പോ ACE ഇൻഹിബിറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ എഫറന്റ് വെസൽസിന് ഡയലേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് ബ്ലഡാ വരുന്നേ ഉള്ളൂ, അതിനെയും കൂടിയിട്ട് തിരിച്ചുവിടും. അപ്പൊ നമുക്ക് ഒറ്റ ബ്ലഡും കിഡ്നിയുടെ ഉള്ളിലേക്ക് കടക്കാനുണ്ടാവും. അപ്പോൾ കിഡ്നി ഡാമേജ് വരും. അപ്പോൾ റീനൽ ആർട്ടറി സ്റ്റീനോസിസ്, അതായത് രണ്ട് കിഡ്നിയിലെയും ബൈലാറ്ററൽ രണ്ട് കിഡ്നിയിലെയും റീനൽ ആർട്ടറീസ് വളരെ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുക. ഈ കണ്ടീഷൻ വിളിക്കുന്നതാണ് ബൈലാറ്ററൽ റീനൽ ആർട്ടറി സ്റ്റീനോസിസ്. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ACE ഇൻഹിബിറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് കിഡ്നി അടിച്ചു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരിക്കലും എൻട്രൻസ് ക്വസ്റ്റൻ ആണ്, വളരെ കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ബൈലാറ്ററൽ റീനൽ ആർട്ടറി സ്റ്റീനോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ ACE ഇൻഹിബിറ്റേഴ്സ് നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ?
മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഓക്കെ. പക്ഷെ യൂണിലാറ്ററൽ കൊടുക്കാം കേട്ടോ. ഒരു കിഡ്നിക്ക് മാത്രമാണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഏസ് ഇൻഹിബിറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ കിഡ്നിനെ ഏസ് ഇൻഹിബിറ്റേഴ്സ് ഒന്നും ചെയ്യൂല, മറ്റേ കിഡ്നിനെ മാത്രം കൺസ്ട്രക്ട് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എൻട്രൻസിൽ ചോദിക്കുമ്പോൾ ഏസ് ഇൻഹിബിറ്റേഴ്സ് ആർ കോൺട്രാ ഇൻഡിക്കേറ്റഡ്, വേറെ കുറെ ഡിസീസ് വരും. യൂണിലാറ്ററൽ റീനലാറ്ററൽ സിനോസിസ് വരും, ബയലാറ്ററൽ റീനലാറ്ററൽ സിനോസിസ് വരും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓൺലി ഇൻ ബയലാറ്ററൽ റീനലാറ്ററൽ സിനോസിസ്. ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ അത്രയും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇപ്പൊ മെയിൻ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് ഏസ് ഇൻഹിബിറ്റേഴ്സിന്റെ? ഏസ് ഇൻഹിബിറ്റേഴ്സ് വളരെ നല്ല ഡ്രഗ് ആണ്. മെയിൻ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് അലർജിയാണ്. അലർജിയുടെ കാരണം എന്ന് പറയുന്നത് ബ്രാഡിക്കൈനിൻ ആണ്. ഇതും എൻട്രൻസിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ. ബ്രാഡിക്കൈനിൻ ആണ്. പിന്നെ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയലാറ്ററൽ റീനലാറ്ററൽ സിനോസിൽ കൊടുക്കാൻ പറ്റില്ല. പിന്നെ വരുന്നത് പ്രഗ്നൻസിയിലും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഓക്കെ ആണോ? സർ പ്രഗ്നൻസിയിൽ എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്തത്? അതിന്റെ റീസൺ ഞാനിപ്പോ ഇനി ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സും കൂടി പറഞ്ഞിട്ട് ഞാൻ അതിന്റെ റീസൺ പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് രണ്ട് ഡ്രഗ്സിനും സെയിം റീസൺ ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് അടുത്ത നമ്മളാണ് ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ്. ഇതിന്റെ പേരുകൾ വരുന്നത് സാർട്ടനിലാണ് അവസാനിക്കുക. ഇപ്പൊ കുറച്ച് ഡ്രഗ്സിന്റെ പേര് പറയാവോ? ഓക്കെ, ലോസാർട്ടൻ, ഓൾമിസാർട്ടൻ, കാൻഡിസാർട്ടൻ, ടെൽമിസാർട്ടൻ. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ള ഏത് ഡ്രഗ് ആണ് ഇതില്? ടെൽമയല്ലേ? ടെൽമയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും പൊട്ടൻസി, ഏറ്റവും ശക്തി കുറഞ്ഞ മരുന്നാണ് ടെൽമിസാർട്ടൻ. ഇതിൽ ഏറ്റവും ശക്തി കൂടിയ മരുന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പൊട്ടൻസി കൂടുതലുള്ള കാൻഡിസാർട്ടനാണ്. ഏറ്റവും ശക്തി കുറഞ്ഞ ഡ്രഗാണ് ടെൽമിസാർട്ടൻ. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ടെൽമിസാർട്ടൻ നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു? അതിന്റെ കാരണം നോക്കണമെങ്കിൽ ടെൽമിസാർട്ടന് വളരെ ഒരു പ്രത്യേകതയാണ്. ഈ ടെൽമിസാർട്ടന്റെ ഒരു വേറൊരു സാധനം കൂടി ടെൽമിസാർട്ടൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ വിളിക്കുന്നതാണ് PPAR ഗാമ എന്ന് വിളിക്കും. PPAR ഗാമനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഈ PPAR ഗാമ നമ്മൾ ഡയബറ്റിസ് ക്ലാസ് ഓർമ്മയുണ്ടെങ്കിൽ PPAR ഗാമ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. അപ്പൊ ഇത് ഡയബറ്റിക് പേഷ്യൻസ് വിത്ത് ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യൻസ് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ ടെൽമിസാർട്ടൻ, ഈവൻ ദോ പൊട്ടൻസി കുറവായിട്ടും നമ്മൾ ടെൽമിസാർട്ടൻ പ്രിഫർ ചെയ്യാൻ കാരണം ഇറ്റ് ഇസ് എ PPAR ഗാമ ആക്ടിവേറ്റർ. ഇതും കുറെ ഈ പുറത്തേക്ക് പോകുന്ന എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ടെൽമിസാർട്ടന്റെ വളരെ ഒരു പ്രത്യേകത ഒരു കാര്യമാണ്, ഇറ്റ് ഇസ് എ PPAR ഗാമ ആക്ടിവേറ്റർ. പക്ഷെ ഏറ്റവും പൊട്ടൻസി കുറവാണ്, ഏറ്റവും പൊട്ടൻസി കൂടുതൽ കാൻഡിസാർട്ടൻ ആണ്. പക്ഷെ ടെൽമിസാർട്ടൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലിനിക്കലി യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? Yes, sir. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ഏസ് ഇൻഹിബിറ്റേഴ്സ് കൊടുക്കുമ്പോൾ കഫ് വന്നു. അപ്പൊ നമ്മൾ അടുത്ത ഏത് ഡ്രഗാ കൊടുക്കുക? അടുത്തത് നമ്മൾ കൊടുക്കേണ്ടത്, ഏസ് ഇൻഹിബിറ്റേഴ്സ് വന്നിട്ട് കഫ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് ARB. ARBക്ക് സെയിം പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് ഉണ്ട്. ഏസ് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ പഠിച്ച എല്ലാ പ്രൊട്ടക്റ്റീവ് എഫക്ട്സും ARBക്കും ഉണ്ട്. പക്ഷെ ഇതിന് ബ്രാഡിക്കൈനിൻ റിലീസ് ചെയ്യില്ല. അതുകൊണ്ട് അലർജി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിന് എന്താ പറയാ, മറ്റേ അലർജി ഉണ്ടാവില്ല. ബ്രാഡിക്കൈനിൻസ് ഇല്ലാത്തതുകൊണ്ട് അലർജി ഉണ്ടാവില്ല. മനസ്സിലായോ? കഫ് ഉണ്ടാവില്ല, ന്യൂറോട്ടിക് എഡിമി ഉണ്ടാവില്ല കേട്ടോ. ബാക്കി എല്ലാ പ്രൊഫൈലും ഏസ് ഇൻഹിബിറ്റേഴ്സിന്റെ മാതിരി സിമിലർ ആണ്. പക്ഷെ ഇതിന്റെ ഒരു സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ARB കുറെ നാൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്രോണിക് ഡയറിയ വരും. ചില പേഷ്യൻസിനെ കാണാറുണ്ട്. ക്രോണിക് ഡയറിയ വന്നിട്ട് പേഷ്യന്റ് വെയിറ്റ് ലോസ് വരും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കും. മനസ്സിലായോ? Yes, sir. ഓക്കെ, അപ്പൊ നമ്മള് റാസ് ഇൻഹിബിറ്റേഴ്സ് പഠിച്ചില്ലേ? റാസ് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ പഠിച്ചല്ലോ. റാസ് ഇൻഹിബിറ്റേഴ്സിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഒന്ന് ഡയറക്റ്റ് റെനിൻ ഇൻഹിബിറ്റേഴ്സ്, അടുത്തത് AC ഇൻഹിബിറ്റേഴ്സ്, പിന്നെ നമ്മൾ പഠിച്ചതാണ് ARB. ഇത്രയൊക്കെ അല്ലേ? ഇത് മൂന്നും റാസ് ഇൻഹിബിറ്റേഴ്സിൽ നമ്മൾ പഠിച്ചു.
ഡയറക്ടർ ഇൻഹിബിറ്റേഴ്സ് അലിസ്കിരൺ മാത്രമേ ഉള്ളൂ, അത്ര ഇമ്പോർട്ടന്റ് ആക്കണ്ട. ബാക്കി ഇത് രണ്ടുമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ്സ്. ഇനി ഓക്കെ, ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ക്ലാസിഫിക്കേഷനിലേക്ക് ഒന്ന് പോവാണ്. ഇതാണല്ലോ നമ്മുടെ ക്ലാസിഫിക്കേഷൻ, ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്. അപ്പൊ നമ്മൾ സെൻട്രൽ പഠിച്ചു, ഇപ്പോ റാസ് ഇൻഹിബിറ്റേഴ്സ് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് അടുത്തത് നമുക്ക് വാസോ ഡയലേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഡ്രഗ്സിലേക്ക് നോക്കാം. ഓക്കെ, പോട്ടെ. ഓക്കെ സർ. Yes, sir. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വാസോ ഡയലേറ്റേഴ്സിലേക്ക്. വാസോ ഡയലേറ്റേഴ്സ്, വാസോ ഡയലേറ്റേഴ്സ് നമുക്ക് എന്തൊക്കെ വാസോ സിസ്റ്റം ഉണ്ട്? നമുക്ക് ഒന്ന് ആർട്ടറി ഉണ്ട് അല്ലെ, ആർട്ടറി ഡയലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ഉണ്ട്, ആർട്ടറിനെ ഡയലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ഉണ്ട്. ഇതിനെ വിളിക്കുന്നതാണ് ആർട്ടീരിയൽ ഡയലേറ്റേഴ്സ്. പിന്നെ നമുക്ക് എന്തുണ്ടാവും? വെയിൻസ് ഉണ്ട്. വെയിൻസിനെ ഡയലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? വീനോ ഡയലേറ്റേഴ്സ്. ഇതിന് രണ്ടിനും ഡയലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സിനെ നമ്മൾ എന്താ വിളിക്കുക? ആർട്ടറി പ്ലസ് വീനസ് ഡയലേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ആർട്ടീരിയൽ ഡയലേറ്റേഴ്സിനെ നമുക്ക് കുറച്ച് പേര് പിടിക്കാം. ആർട്ടീരിയൽ ഡയലേറ്റേഴ്സിന്റെ ഒരു മെയിൻ എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു മരുന്നാണ് മിനോക്സിഡിൽ. പിന്നെ വരുന്നതാണ് ഡയാസോക്സൈഡ്. പിന്നെ വരുന്നതാണ് ഹൈഡ്രാലെസിൻ. പിന്നെ വരുന്നതാണ് നിക്കോറാൻഡിൽ. ഓക്കെ, നമുക്കിതെല്ലാം പഠിക്കണ്ട, ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇനി വീനോ ഡയലേറ്റേഴ്സിൽ വരുന്ന ഡ്രഗ്സ് ആണ് നമുക്ക് നൈട്രേറ്റ്സ്. നമ്മൾ നൈട്രേറ്റ്സ് കൊടുക്കാറില്ലേ, സബ്ലിംഗൽ നൈട്രേറ്റ്സ്, ഗ്ലിസറൈൽ നൈട്രേറ്റ്സ്. ഓക്കെ, പിന്നെ ആർട്ടറി പ്ലസ് വെയിൻ രണ്ടിനും ഡയലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്, അതിനെ വിളിക്കുന്നതാണ് നൈട്രോപ്രൊസൈഡ്. ഒരു ഡ്രഗ് മാത്രമേ ഉള്ളൂ ഫുള്ളും ഡയലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിനെ വിളിക്കുന്നതാണ് നൈട്രോപ്രൊസൈഡ്. ഓക്കെ, ഞാനൊരു കാര്യം പറയണമെങ്കിൽ നൈട്രേറ്റ്സും നൈട്രോപ്രൊസൈഡും രണ്ടിലും നൈട്രോ ഉണ്ടല്ലോ, നൈട്രോ. ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നൈട്രിക് ഓക്സൈഡിന് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ നൈട്രിക് ഓക്സൈഡ് എവിടെ ഇരിക്കുന്നു നമുക്കൊന്ന് കാണാം. ഇത് നമ്മൾ ബ്ലഡ് വെസൽ എടുത്തു. ഈ ബ്ലഡ് വെസലിന് നോക്കുവാണെങ്കിൽ ഇത് എൻഡോത്തീലിയം, ഇവിടെ എൻഡോത്തീലിയൽ സെൽസ് ഉണ്ട്. ഇത് അതിന്റെ മസിൽ ലെയർ ആണ്, ഇതിന്റെ ഇവിടെ ഉള്ളത് ഇത് മസിൽ ലെയർ ആണ് അല്ലേ. ഈ എൻഡോത്തീലിയത്തിന്റെ ഉള്ളില് കുറച്ച് എൻഡോത്തീലിയം റിലീസ് ചെയ്യാണ് നൈട്രിക് ഓക്സൈഡ്. ഈ നൈട്രിക് ഓക്സൈഡിന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മസിലിന്റെ ഉള്ളിലേക്ക് പോകും. ഈ മസിലിന്റെ ഉള്ളിൽ എന്താ, ഈ സ്മൂത്ത് മസിലിന്റെ ഉള്ളിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഗ്വാനിൽ സൈക്ലേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ സാധനത്തിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഈ GTP എന്ന് പറഞ്ഞ സാധനത്തിനെ സൈക്ലിക് GMP എന്ന് പറഞ്ഞ സംഭവമായിട്ട് മാറ്റും. ഓക്കെ, ഈ സൈക്ലിക് GMPയുടെ അളവ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റിലാക്സേഷൻ ഓഫ് ദ മസിൽസ് ആണ്. റിലാക്സേഷൻ ഓഫ് ദ സ്മൂത്ത് മസിൽസ്. റിലാക്സേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? വാസോ ഡയലറ്റേഷൻ വന്നല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ മെക്കാനിസം ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ദ ലെവൽ ഓഫ് CGMP. ഇപ്പൊ CGMP causes relaxation of the smooth muscles leading to vasodilation. ഇത് രണ്ടിന്റെ മെക്കാനിസം ഇതാണ്. പക്ഷെ ഈ നൈട്രേറ്റ്സ് എന്ന് പറയുന്ന സാധനം ഇതിന്റെ നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യണമെങ്കിൽ ഒരു എൻസൈം വേണം, അത് വെയിൻസിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് വീനോ ഡയലേറ്റർ ആയിരിക്കുന്നത്. പക്ഷെ നൈട്രോപ്രൊസൈഡിന് വെറുതെ നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് ആർട്ടറിയിലായാലും വെയിനിലായാലും രണ്ടിലും ആക്ട് ചെയ്യും. മനസ്സിലായോ? അപ്പൊ നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നതുകൊണ്ട് ഗ്വാനിൽ സൈക്ലേസ് ആക്ടിവേറ്റ് ചെയ്യും. ഗ്വാനിൽ സൈക്ലേസ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CGMPയുടെ അളവ് കൂടും. CGMPയുടെ അളവ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വാസോ ഡയലറ്റേഷൻ ഉണ്ടാവും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? CGMP എന്താണ്? എന്താണ്? CGMP സാൻഡ് ഫുൾ ഫോം
സൈക്ലിക് GMP. Okay, sir. Thank you. സാർ ഒന്ന് ചെറുകെ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒന്ന് ഷോർട്ട് ചെയ്തിട്ട്. ഓക്കെ. അപ്പോ നമ്മളിപ്പോ വാസോ ഡയലേറ്റേഴ്സിൽ എന്തൊക്കെയാ പഠിക്കാറുള്ളത്? ആർട്ടീരിയൽ ഡയലേറ്റേഴ്സ് ഉണ്ട്, വീനോ ഡയലേറ്റേഴ്സ് ഉണ്ട്, ആർട്ടറി പ്ലസ് വീനോ ഡയലേറ്റേഴ്സ് ഉണ്ട് അല്ലെ? ഈ ആർട്ടീരിയൽ ഡയലേറ്റേഴ്സിന്റെ കുറച്ച് എക്സാമ്പിൾ ഉണ്ട്, മിനോക്സിഡിൽ, ഡയാസോക്സൈഡ്സ്, അതൊക്കെ ഓർഡറിക്കട്ടെ. പിന്നെ വാസോ ഡയലേറ്റേഴ്സിൽ വരുന്നതാണ് നൈട്രേറ്റ്സ്. ഇപ്പൊ നമ്മൾ സബ്ലിംഗ്വൽ നൈട്രേറ്റ്സ് യൂസ് ചെയ്യില്ലേ? ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ്, പിന്നെന്താ പറയാ, നമ്മുടെ ഈ ആൻജൈനയ്ക്ക് കൊടുക്കുന്ന നൈട്രേറ്റ്സ്, പിന്നെ ഇത് GTN. ഓക്കെ, ഇത് വേറൊരു ഡ്രഗാണ് നൈട്രോപ്രൊസൈഡ്സ്. ഈ നൈട്രോപ്രൊസൈഡ്സ് എന്ന് പറയുന്നത് ആർട്ടറിനും വെയിനും ഡയലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ കോമൺ ആണ്. മനസ്സിലായോ? രണ്ടിന്റെയും മെക്കാനിസം ഓഫ് ആക്ഷൻ കോമൺ ആണ്. കാരണം ഇത് രണ്ടും നൈട്രിക് ഓക്സൈഡിനെ റിലീസ് ചെയ്യും. അപ്പൊ ഈ നൈട്രിക് ഓക്സൈഡ് എവിടെ നിന്ന് റിലീസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ബ്ലഡ് വെസലാണ് ഞാൻ ഇപ്പോൾ വരച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബ്ലഡ് വെസലിന്റെ എൻഡോത്തീലിയം, ഉള്ളിലത്തെ ലെയറിൽ നിന്നാണ് നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഈ നൈട്രിക് ഓക്സൈഡ് എന്ത് ചെയ്യും? നമ്മുടെ ഈ സ്മൂത്ത് മസിലിലേക്ക് പോകും. ഉള്ളിലുള്ള മസിൽ ഉണ്ടല്ലോ, ബ്ലഡ് വെസലിന്റെ മസിലിലേക്ക് പോകും. അപ്പൊ അവിടെ പോകുമ്പോൾ ഗ്വാനലൈസ് സൈക്ലേസ് എന്ന് പറഞ്ഞ എൻസൈം ആക്ടിവേറ്റ് ചെയ്യും. ഈ എൻസൈം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ GTP-നെ സൈക്ലിക് GMP ആക്കും, ഗ്വാനിൽ മോണോഫോസ്ഫേറ്റ് ആക്കും, സൈക്ലിക്. അപ്പൊ ഈ CGMP-യുടെ അളവ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വാസോ ഡയലറ്റേഷൻ നടക്കും, ബിക്കോസ് ഓഫ് റിലാക്സേഷൻ ഓഫ് ദ മസിൽ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ സാർ, Okay, sir. താങ്ക് യു. ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റ്, ഞാനിപ്പോ ഒരു കാര്യം പറയാം. നമ്മൾ ഈ മരുന്ന് കേട്ടിട്ടുണ്ടോ? സിൽഡനാഫിൽ, ടെഡലാഫിൽ. ഇത് യൂഷ്വലി എറക്ടൈൽ ഡിസ്ഫങ്ഷന് യൂസ് ചെയ്യുന്ന ഡ്രഗാണ് അല്ലെ? ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. ഓക്കെ. അപ്പൊ ഈ നൈട്രേറ്റ്സ് എന്ന് പറയുന്നത്, ഇത് പ്രഷർ കുറയ്ക്കാനും യൂസ് ചെയ്യാം, ആൻജൈനയ്ക്കും യൂസ് ചെയ്യാം. ആൻജൈന വന്നു കഴിഞ്ഞാൽ, ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെയിൻസിനും ആർട്ടറീസിനും ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെസ്റ്റ് പെയിൻ കുറയുമല്ലോ. അപ്പോൾ ഒരു ആൻജൈന വന്ന പേഷ്യന്റ്, ഇപ്പൊ ഞാൻ പറയാം, ഒരു 45-50 ഇയർ ആയിട്ടുള്ള ഒരു മെയില്, ആള് സെക്ഷൽ ഇന്റർകോഴ്സിന് മുന്നേ സിൽഡനാഫിൽ എടുക്കുകയാണ്. ആൾക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള ആളാണ്. അപ്പൊ ഈ സിൽഡനാഫിലിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ, ഇറ്റ് ഇസ് എ ഫോസ്ഫോഡയസ്ട്രേസ് 5 ഇൻഹിബിറ്റർ ആണ്. ആണ്. ഓക്കെ. അപ്പൊ ഈ സിൽഡനാഫിൽ എടുത്തു. അപ്പൊ ഒരു പേഷ്യന്റ് പെട്ടെന്ന് ചെസ്റ്റ് പെയിൻ ആയിട്ട് എമർജൻസിയിലേക്ക് വന്നു. എമർജൻസിയിൽ വന്നപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു? ആൾക്ക് ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് കൊടുത്തു. നമ്മൾ ഹിസ്റ്ററി ഒന്നും ചോദിച്ചില്ല, പെട്ടെന്ന് ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് കൊടുത്തു. അപ്പൊ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ പേഷ്യന്റ് മരിച്ചു. അപ്പോ അതിനെന്തായിരിക്കും കാരണം? പേഷ്യന്റ് സിൽഡനാഫിൽ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു. പക്ഷെ ഡോക്ടറിനെ വന്ന് കാണാൻ വന്നപ്പോൾ ഡോക്ടർ ഇത് പ്രിസ്ക്രൈബ് ചെയ്തു. എന്ത് കൊടുത്തു? ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് കൊടുത്തു, ആൻജൈന എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ തന്നെ പേഷ്യന്റ് കൊളാപ്സ് ചെയ്ത് മരിച്ചു. ആർക്കെങ്കിലും ഇതിന്റെ റീസൺ പറയാമോ? Vasodilation ആണോ sir? അതെ, വാസോഡൈലേഷൻ കറക്റ്റ് ആണ്. അപ്പൊ ഞാനിപ്പോ പഠിച്ചില്ലേ, ഈ നൈട്രേറ്റ്സിന്റെ മെക്കാനിസം എന്താണ്? ഇറ്റ് ഇൻക്രീസസ് CGMP അല്ലെ? നൈട്രേറ്റ്സ് എന്ത് ചെയ്തു? നൈട്രേറ്റ്സ് GTP-നെ എന്ത് ചെയ്തു? CGMP ആക്കി അല്ലെ? CGMP ആക്കി. CGMP-യുടെ അളവ് കൂട്ടി അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ CGMP കാരണം നമുക്ക് വാസോഡൈലറ്റേഷൻ ഉണ്ടായി. ഈ CGMP-നെ ഡീഗ്രേഡ് ചെയ്ത് കളയുന്ന ഒരു എൻസൈമാണ് ഫോസ്ഫോഡയസ്ട്രേസ് എന്ന് പറഞ്ഞ എൻസൈം. ഈ എൻസൈം ഉണ്ടെങ്കിലാണ് ഈ സാധനം CGMP വേറൊരു മെറ്റബോളൈറ്റ് ആയിട്ട് ഇല്ലാണ്ടായി പോവുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഫോസ്ഫോഡയസ്ട്രേസ് ഇൻഹിബിറ്റർ കൊടുക്കുകയാണ്, ഫോസ്ഫോഡയസ്ട്രേസിനെ ബ്ലോക്ക് ചെയ്യണ എൻസൈം കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? CGMP-യുടെ അളവ് ഒന്നുകൂടി കൂടും. അപ്പൊ ഭയങ്കരമായിട്ട് വാസോഡൈലറ്റേഷൻ ഉണ്ടാവും. ഇങ്ങനെയുള്ളൊരു വെയിൻ ഇങ്ങനെ ഡയലേറ്റ് ആവും. അപ്പൊ എല്ലാ ബ്ലഡും ഈ വെയിനിലേക്ക് വരും. തലയിലേക്ക് ബ്ലഡ് എത്തില്ല, ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തില്ല. അതുകൊണ്ട് പേഷ്യന്റ് അപ്പൊ തന്നെ കൊളാപ്സ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഈ CGMP-യുടെ അളവ് ഒരുപാട് കൂടും നമ്മൾ ഈ സിൽഡനാഫിൽ കൊടുത്തു കഴിഞ്ഞാൽ. നൈട്രേറ്റ്സും രണ്ടും കൂടി കൊടുത്ത്, രണ്ടിനും സെയിം മെക്കാനിസം വരുന്നത്, CGMP-യുടെ അളവ് കൂട്ടും. മനസ്സിലാവുന്നുണ്ടോ? Yes, ക്ലിയർ sir. ആണോ? Yes, Yes, sir. yes, sir. ഓക്കെ.
അപ്പോൾ PDE5 ഇൻഹിബിറ്റർ ആണ് സിൽഡനാഫിൽ. അപ്പൊ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അളവ് ഒന്നുകൂടി കൂടും, കാരണം ഇതിന് ഡിഗ്രേഡ് ആവുന്നില്ല. അപ്പൊ നമ്മൾ നൈട്രേറ്റ്സും കൊടുത്തു. നൈട്രേറ്റ്സ് എന്ത് ചെയ്യും? GTP-നെ CGMP ആക്കും. ഇതിന്റെ അളവ് വളരെ കൂടിപ്പോയി. അപ്പൊ വാസോഡൈലറ്റേഷൻ, എക്സസീവ് വാസോഡൈലറ്റേഷൻ നടന്നിട്ട് പേഷ്യന്റ് ഫുള്ള് ബ്ലഡും വെയിൻസിന്റെ ആർട്ടറീസിന്റെ ഉള്ളിൽ പോയിട്ട് ഹാർട്ടിലേക്കോ തലയിലേക്കോ ഒന്നും എത്താണ്ട് പേഷ്യന്റ് കൊളാപ്സ് ചെയ്ത് മരിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ എപ്പോഴും നൈട്രേറ്റ്സ് കൊടുക്കുന്നതിനെക്കാട്ടും മുന്നേ ഈ സിൽഡനാഫിലോ ടെഡലാഫിലോ ഇങ്ങനെ എന്തെങ്കിലും മരുന്ന് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഇത് കൊടുത്തിട്ട് ഇപ്പൊ ഒരു പേഷ്യന്റ് സിൽഡനാഫിൽ എടുത്തിട്ടുണ്ട്, ഈ പേഷ്യന്റ് ഇനി എത്ര നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് നൈട്രേറ്റ്സ് കൊടുക്കാൻ പാടുള്ളൂ? സിൽഡനാഫിൽ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 hours കഴിഞ്ഞിട്ട് നൈട്രേറ്റ്സ് കൊടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോ ടെഡലാഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ആക്ടിങ് ആണ്. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 72 hours കഴിഞ്ഞിട്ട് നൈട്രേറ്റ്സ് കൊടുക്കാൻ പാടുള്ളൂ. ഇതിൽ മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് കൊളാപ്സ് ആവും. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ആർട്ടറി ഡൈലേറ്റേഴ്സും പഠിച്ചു, വീനോ ഡൈലേറ്റേഴ്സും പഠിച്ചു, ആർട്ടറി പ്ലസ് വീനോ ഡൈലേറ്റേഴ്സും പഠിച്ചു അല്ലെ? ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ നൈട്രോപ്രിസൈഡിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എന്ന് പറഞ്ഞു. ഈ നൈട്രോപ്രിസൈഡ് ഇത് മെറ്റബിളൈസ് ചെയ്യുന്നത് ലിവറിലാണല്ലോ. ഇത് ലിവറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചെറിയ അളവിൽ സയനൈഡ് ഉണ്ടാവും, ചെറിയ അളവിൽ. അപ്പൊ ഇതൊന്ന് കുറെ നാൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓവർഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ സയനൈഡ് പോയിസണിങ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ സയനൈഡ് പോയിസണിങ് ഉണ്ടാവും, നൈട്രോപ്രിസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ, കേട്ടോ? അപ്പൊ നമുക്ക് സയനൈഡ് പോയിസണിങ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുക? അത് ട്രീറ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നതാണ് വൈറ്റമിൻ B12, അതായത് ഹൈഡ്രോക്സി കൊബാളമിൻ IV ആയിട്ട് കൊടുക്കും. ഇതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ B12 പോയിട്ട് സയനൈഡിന്റെ കൂടെ ചേർന്നിട്ട് കീലേറ്റ് ചെയ്യും. എന്നിട്ടൊരു വേറൊരു ഫോം ഉണ്ടാവും, എന്നിട്ട് ഇത് എക്സ്ക്രീറ്റ് ആയി. ഇതൊരു മെത്തേഡ്, സയനൈഡ് പോയിസണിങ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു മെത്തേഡ്. രണ്ടാമത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നൈട്രൈറ്റ് എന്ന് പറഞ്ഞ കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. നൈട്രൈറ്റ് അതായത് ഈ സോഡിയം നൈട്രൈറ്റ്, അമൈൽ നൈട്രൈറ്റ്, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവുമല്ലോ. ഈ ഹീമോഗ്ലോബിനെ ഇത് മീത്തൈൽ ഹീമോഗ്ലോബിൻ ആയിട്ട് മാറ്റും ഈ നൈട്രൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഈ മെത്ത് ഹീമോഗ്ലോബിൻ ഇത് മെത്ത് ഹീമോഗ്ലോബിൻ ആയി മാറും. ഈ മെത്ത് ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സയനൈഡ് ആയിട്ട് കൂടിച്ചേരും. ഓക്കെ. എന്നിട്ട് ഇതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയണമെങ്കിൽ നമ്മൾ ഒരു ഡ്രഗ് കൂടി കൊടുക്കും, സോഡിയം തയോസയനേറ്റ്. അതും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സയനൈഡിനെ യൂറിനെ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. ഇത്രയൊക്കെ പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? നൈട്രോപ്രിസൈഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കെയർഫുൾ ആയി കൊടുത്തില്ലെങ്കിൽ സയനൈഡ് പോയിസണിങ് ഉണ്ടാവാം. ഇത്രയും ക്ലിയർ? ഈ ഭാഗം മാത്രം ക്ലിയർ ആയോ? നൈട്രോപ്രിസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ സയനൈഡ് പോയിസണിങ് ഉണ്ടാവും. സയനൈഡ് പോയിസണിങ് ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റിന് കൊടുക്കും. അതിന്റെ കൂടെ വേറെ ഡ്രഗ് കൂടെ കൊടുക്കുന്നു പറഞ്ഞു, സോഡിയം ട്രൈ, അതൊന്ന് ഫുൾ പറയോ? ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് വൈറ്റമിൻ B12 ആണ്, ഹൈഡ്രോക്സി കൊബാളമിൻ. അത് കൊടുത്തു കഴിഞ്ഞാൽ സയനൈഡ് ആയിട്ട് ഒരു കോംപ്ലക്സ് ഉണ്ടാവും, എന്നിട്ട് ആ കോംപ്ലക്സ് എക്സ്ക്രീറ്റ് ആയി പോകും. പക്ഷെ അത് വൈറ്റമിൻ B12 മാത്രമല്ല, നമ്മൾ നൈട്രൈറ്റ് എന്ന് പറഞ്ഞ ഡ്രഗ് കൊടുക്കും. അതിന്റെ പേരാണ് സോഡിയം നൈട്രൈറ്റ്, അമൈൽ നൈട്രൈറ്റ് എന്ന് പറഞ്ഞ ഡ്രഗ്സ് ഒക്കെ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഹീമോഗ്ലോബിനെ മെത്ത് ഹീമോഗ്ലോബിൻ ആക്കും. ഈ മെത്ത് ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? സയനൈഡ് ആയിട്ട് ഒരു കോംപ്ലക്സ് ഉണ്ടാവും, പക്ഷെ ഇത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. ഇത് എക്സ്ക്രീറ്റ് ആയി പോകണമെങ്കിൽ നമ്മൾ ഒരു ഡ്രഗ് കൂടി കൊടുക്കും, സോഡിയം തയോസയനേറ്റ്. ഇത് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ആവശ്യം വരും, കേട്ടോ? സോഡിയം തയോസയനേറ്റ് കൊടുക്കും. അപ്പൊ ട്രീറ്റ്മെന്റ് ഓഫ്, ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യണമെങ്കിൽ ട്രീറ്റ്മെന്റ് ഓഫ് സയനൈഡ് പോയിസണിങ് ഒന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് പറയാമോ ആരെങ്കിലും? ഒന്ന് വൈറ്റമിൻ B12 വൈറ്റമിൻ B12. ഓക്കെ. നൈട്രൈറ്റ്സ് കൊടുക്കും. നൈട്രൈറ്റ് കൊടുക്കും. നൈട്രൈറ്റ് ഇത് സോഡിയം നൈട്രൈറ്റ്, ഫോർ എക്സാമ്പിൾ സോഡിയം നൈട്രൈറ്റ്. അതെന്ത് ചെയ്യും? ഹീമോഗ്ലോബിനെ ഹീമോഗ്ലോബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. മെത്ത് ഹീമോ
എന്നിട്ട് ഇത് പോയിട്ട് നമ്മുടെ സയനൈഡ് ആയിട്ട് കോംപ്ലക്സ്. കോംപ്ലക്സ് ഉണ്ടാവും, ഒരു കോംപ്ലക്സ് ഉണ്ടാവും. ഇനി സോ ഇതിന്റെ അത് എക്സ്ക്രീഷൻ ഒന്നുകൂടി ഒന്ന് explain കൂട്ടാനായിട്ട് ചെയ്യ്. സോഡിയം തയോസയനൈറ്റ്. ഓക്കെ, സോഡിയം തയോസയനൈറ്റ് കൊടുക്കും. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ ഈ നമ്മുടെ നൈട്രോപ്രൊസൈഡ് എന്ന് പറഞ്ഞ ഡ്രഗ് നല്ല പവർഫുൾ ഡ്രഗ് ആണ്. ഇത് നമ്മളെപ്പോഴും IV ആയിട്ട് കൊടുക്കുക, IV ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കുക. ഇൻ കേസ് ഓഫ് ഹൈപ്പർ ടെൻസീവ് അർജൻസി അല്ലെങ്കിൽ ഹൈപ്പർടെൻസീവ് എമർജൻസിയിൽ കൊടുക്കുന്ന ഡ്രഗാണ് IV ഇൻഫ്യൂഷൻ ആയിട്ട്. നമ്മൾ IV ഇൻഫ്യൂഷൻ ആയി കൊടുക്കുമ്പോൾ നമ്മുടെ ഇൻഫ്യൂഷൻ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ഫോട്ടോ സെൻസിറ്റീവ് ആണ് കേട്ടോ, ഫോട്ടോ സെൻസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു ആംബർ കളർ ബോട്ടിലാണ് നമുക്ക് കിട്ടുക. ഇൻഫ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ബ്ലാക്ക് പേപ്പർ ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ഈ സൺലൈറ്റിന്റെ എക്സ്പോഷർ കുറയ്ക്കാനായിട്ട് ഇത് കവർ ചെയ്യണം, എന്നിട്ട് വേണം ഇൻഫ്യൂഷൻ കൊടുക്കാനായിട്ട്. മനസ്സിലായോ? ഇത് ഭയങ്കര ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡ്രഗാണ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് ഒന്ന് കവർ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, നമുക്ക് ഇനി ഒരു ചെറിയൊരു ടോപ്പിക് കൂടി കവർ ചെയ്യാം. ടൈം ആയെന്ന് അറിയാം, ജസ്റ്റ് ഒന്ന് ചെറിയ ടോപ്പിക് 10 മിനിറ്റ്സിനുള്ളിൽ കവർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സെൻട്രൽ സിമ്പത്തലൈറ്റിക്സ് പഠിച്ചു, റാസ് ഇൻഹിബിറ്റേഴ്സ് പഠിച്ചു, വാസോഡൈലറ്റേഴ്സ് പഠിച്ചു. ഇനി അടുത്തതാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. ഓക്കെ, ഞാൻ ഷോർട്ട് ഫോം എഴുതാണ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. അപ്പോൾ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡൈഹൈഡ്രോപിരിഡിൻസ്, അതിനെ നമ്മൾ DHPs എന്ന് വിളിക്കും, DHPs. പിന്നെ അടുത്ത ഡ്രഗ് വരുന്നതാണ് നോൺ ഡൈഹൈഡ്രോപിരിഡിൻസ്. ഓക്കെ, അപ്പൊ ഈ ഡൈഹൈഡ്രോപിരിഡിൻസിൽ നോൺ ഡൈഹൈഡ്രോപിരിഡിൻസ്, അപ്പൊ ഞാൻ ആദ്യം തന്നെ നോൺ ഡൈഹൈഡ്രോപിരിഡിൻസ് പറയാം. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഡിൽറ്റിയാസം, കേട്ടിട്ടുണ്ടോ? വെറാപാമിൽ കേട്ടിട്ടുണ്ട്. ഈ ഡൈഹൈഡ്രോപിരിഡിൻസിന്റെ എക്സാമ്പിൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ആംലോഡിപ്പിൻ, പിന്നെ എന്തൊക്കെയാ, നിക്കാർഡിപ്പിൻ, എല്ലാ ഡിപ്പിനുകളും, നിക്കാർഡിപ്പിൻ, നിമോഡിപ്പിൻ കേട്ടോ, നിഫിഡിപ്പിൻ എല്ലാം. അപ്പൊ നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും എന്താ ബ്ലോക്ക് ചെയ്യുക? ഈ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ബ്ലോക്ക് L ടൈപ്പ് കാൽഷ്യം ചാനൽസ്. ഇത് കുറെ ചോദിക്കാനുള്ള ക്വസ്റ്റൻ ആണ്. L ടൈപ്പ് കാൽഷ്യം ചാനൽസ്. ഈ L ടൈപ്പ് കാൽഷ്യം ചാനൽസ് 2 സ്ഥലത്തുണ്ട്. ഒന്ന് നമ്മുടെ ഹാർട്ടിലുണ്ട്, ഒന്ന് നമ്മുടെ ബ്ലഡ് വെസലിലും ഉണ്ട്. അതിനുള്ള പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ നോൺ ഡൈഹൈഡ്രോപിരിഡിൻസ് ഉണ്ടല്ലോ, ഇവര് ഹാർട്ടിലത്തെ ചാനൽസിനെ ബ്ലോക്ക് ചെയ്യും. ഈ ഡൈഹൈഡ്രോപിരിഡിൻസ് ഉണ്ടല്ലോ, ഈ ഡൈഹൈഡ്രോപിരിഡിൻസ് ഇവര് ബ്ലഡ് വെസലത്തെ ചാനൽസിനെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഹാർട്ടിലത്തെ ചാനൽസിനെ ബ്ലോക്ക് ചെയ്ത് എന്തുണ്ടാവും? ഹാർട്ടിലത്തെ ചാനൽസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്രീസസ് ഹാർട്ട് റേറ്റ്, ഡിക്രീസസ് BP. അപ്പൊ ഈ ഹാർട്ട് റേറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാ? SA നോഡാണ്. അപ്പൊ SA നോഡിനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുക. അതേമാതിരി തന്നെ AV നോഡിനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുക. അത് ഹാർട്ട് റേറ്റ് കുറയ്ക്കും. പക്ഷേ ഇത് നോൺ ഡൈഹൈഡ്രോപിരിഡിൻസ്. ഈ ഡൈഹൈഡ്രോപിരിഡിൻസ് എടുക്കുവാണെങ്കിൽ അവർ ബ്ലഡ് വെസലിലാണ് ബ്ലോക്ക് ചെയ്യുക കാൽഷ്യം ചാനൽസിന്. ബ്ലഡ് വെസലിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, ഇറ്റ് കോസസ് വാസോഡൈലറ്റേഷൻ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം, നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരു പേഷ്യൻസിന് ഡൈഹൈഡ്രോപിരിഡിൻസ് ആണോ പ്രിഫർ ചെയ്യുക, നോൺ ഡൈഹൈഡ്രോപിരിഡിൻസ് ആണോ യൂസ് ചെയ്യുക? ആർക്കെങ്കിലും പറയാമോ? ഡൈഹൈഡ്രോ നമ്മൾ ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷർ കുറയ്ക്കാനായിട്ട് നമ്മൾ ഡൈഹൈഡ്രോപിരിഡിൻസ് ആണ് യൂസ് ചെയ്യുക. നോൺ ഡൈഹൈഡ്രോപിരിഡിൻസ് ഞാൻ പറഞ്ഞില്ലേ, SA നോഡിനെ AV നോഡിനെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ഹാർട്ട് റേറ്റിന് ഭയങ്കരമായിട്ട് വ്യത്യാസം വരുത്തും. അതുകൊണ്ട് ഇത് മെയിൻലി അറിത്മിയക്കാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അറിത്മിയയുടെ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കാറില്ല. ഹൈപ്പർ ടെൻഷന്റെ ട്രീറ്റ്മെന്റ് അമിലോഡിപ്പിൻ, നിക്കാഡിപ്പിൻ, നിമോഡിപ്പിൻ ഇതൊക്കെയാണ് കൊടുക്കാറുള്ളത്. ഇത്രയൊക്കെ ക്ലിയർ ആണോ?
ക്ലിയർ സർ. അപ്പൊ ഇത് കൊടുക്കുമ്പോൾ ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്താ? അമിലോഡിപ്പിനെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മൾ പേഷ്യന്റ് കാലെടുക്കുകയാണെങ്കിൽ കാലിൽ കുറച്ച് എഡിമ ഉണ്ടോ, നീര് വന്നിട്ടുണ്ടോ? കാരണം വാസോ ഡയലറ്റേഷൻ അല്ലേ, അപ്പൊ നീര് വരും. അപ്പൊ ഒരു ആംഗിൾ എഡിമ വരാം. ഇതേമാതിരി തന്നെ ബ്ലഡ് വെസൽ തലയിലും ഉണ്ടല്ലോ, തലയിലത്തെ ബ്ലഡ് വെസലിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഹെഡ് ഏക്ക് വരാം. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ ബ്ലഡ് വോളിയം ഫുള്ള് ഹാർട്ടിലേക്ക് എത്തുന്നില്ലല്ലോ, തലയിലേക്കും കുറവാണ് എത്തുന്നത്, എല്ലായിടത്തേക്കും കുറയും, കാരണം വാസോ ഡയലറ്റേഷൻ അല്ലേ. അപ്പൊ നമ്മുടെ ഹാർട്ടിലേക്ക് എത്തുന്ന ബ്ലഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് എന്ത് ചെയ്യും? ഹാർട്ട് റേറ്റ് കൂടും. അതിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ടാക്കിക്കാർഡിയ എന്ന് വിളിക്കുന്നത്. അതായത് ബി പി കുറയും പക്ഷെ ഹാർട്ട് റേറ്റ് കൂടും. മനസ്സിലായി? റിഫ്ലെക്സ് ടാക്കിക്കാർഡിയ ഉണ്ട്. ബി പി കുറയുമ്പോൾ ബ്ലഡ് വോളിയം കുറയുന്ന മാതിരി നമ്മുടെ ഹാർട്ട് സെൻസ് ചെയ്യും, ബ്രെയിൻ സെൻസ് ചെയ്യും, അതുകൊണ്ട് ഹാർട്ട് റേറ്റ് കൂട്ടും. പക്ഷെ നമ്മൾ ഈ നോൺ ഡയഹൈഡ്രോപിരിഡൻസ് കൊടുക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? കോമ്പൻസേറ്ററി മെക്കാനിസം എന്ന് പറയുന്നത് ഇതിനെയാണോ സർ? ഇതൊരു കോമ്പൻസേറ്ററി മെക്കാനിസം ആണ്. എക്സാക്ട്ലി. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നോൺ ഡയഹൈഡ്രോപിരിഡൻസ് എടുത്തു കഴിഞ്ഞാൽ അവർ ഹാർട്ട് റേറ്റ് കുറയ്ക്കുക ചെയ്യാം, പക്ഷെ ഡയഹൈഡ്രോപിരിഡൻസ് എടുത്തു കഴിഞ്ഞാൽ അവർ ഹാർട്ട് റേറ്റ് കൂട്ടുക ചെയ്യാം. രണ്ടും കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ്, പക്ഷെ രണ്ടിന്റെ എഫക്ട് വ്യത്യാസമാണ്. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ നമ്മൾ നോൺ ഡയഹൈഡ്രോപിരിഡൻസ് എടുക്കുകയാണെങ്കിൽ അത് ഹാർട്ട് റേറ്റ് കുറയ്ക്കല്ലേ ചെയ്യാം. അപ്പൊ അത് ടാക്കി അറിത്മിയാസിലാണ് കൊടുക്കുക. ടാക്കി അറിത്മിയാസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ് കൂടുതലുള്ള അറിത്മിയ. ഫോർ എക്സാമ്പിൾ ഏറ്റിൽ ഫിബ്രിലേഷൻ, ഏറ്റിൽ ഫ്ലട്ടർ, അതിലൊക്കെ കൊടുക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ, ഇനി ബ്രാഡിക്കാർഡി ഉള്ള ഒരു പേഷ്യന്റ്, അതായത് ഹാർട്ട് റേറ്റ് കുറവുള്ള ഒരു പേഷ്യന്റ്, ബ്രാഡി അറിത്മിയ ഉള്ള ഒരു പേഷ്യന്റ്, ബ്രാഡിക്കാർഡി ഉള്ള ഒരു പേഷ്യന്റ് നമ്മൾ ഈ നോൺ ഡയഹൈഡ്രോപിരിഡൻസ് കൊടുക്കാൻ പാടും? ഇല്ല. ഒരിക്കലും കൊടുക്കാൻ പാടില്ല, കാരണം ഹാർട്ട് റേറ്റ് കുറയും. Okay. മനസ്സിലായി? ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ടല്ലോ, ബീറ്റ റിസപ്റ്റർ എവിടെയല്ലേ? ഹാർട്ടിലല്ലേ. അപ്പൊ ഇതിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഹാർട്ട് റേറ്റും കുറയും, ബി പിയും കുറയും അല്ലേ? അതിനാണല്ലോ നമ്മൾ മറ്റേ ഡയഗ്രാമിൽ പഠിച്ചത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ നോൺ ഡയഹൈഡ്രോപിരിഡൻസ് അതിന്റെ കൂടെ നമുക്ക് ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കാൻ പറ്റുമോ? നോൺ ഡയഹൈഡ്രോപിരിഡൻസിന്റെ കൂടെ ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കാൻ പറ്റുമോ? പറ്റും. കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടാവും? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സിൽഡിനാഫിലും മറ്റേ നൈട്രേറ്റും കൊടുത്ത മാതിരിയോ അല്ലേ? ഇതിനും ബ്രാഡിയാണ്, ഇതിനും ബ്രാഡിയാണ് അല്ലേ? പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഡൈഹൈഡ്രോപിരിഡിൻസും ബീറ്റ ബ്ലോക്കേഴ്സും ഒരുമിച്ച് കൊടുക്കാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? ഇതിന് റിഫ്ലെക്സ് ടാക്കിക്കാർഡിയാണ്, ഇത് ബ്രാഡിക്കാർഡിയ ഉണ്ടാക്കും. അപ്പൊ ഇത് രണ്ടും കൂടി ഈക്വലൈസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഡയഹൈഡ്രോപിരിഡൻസ് ടാക്കിക്കാർഡിയ ഉണ്ടാക്കും, ബീറ്റ ബ്ലോക്കേഴ്സ് ബ്രാഡിക്കാർഡിയ ഉണ്ടാക്കും. അത് ബാലൻസ് ചെയ്യും. അപ്പൊ അത് നല്ലതാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ രണ്ടും ബ്ലോക്ക് ചെയ്യുന്നത് എൽ ടൈപ്പ് കാൽഷ്യം ചാനൽസിനെ, പക്ഷെ രണ്ടിന്റെ മെക്കാനിസം വളരെ ഡിഫറെന്റ് ആണ്. ഒന്ന് ഹൈപ്പർ ടെൻഷൻ യൂസ് ചെയ്യും, ഒന്ന് അരിത്മിക് യൂസ് ചെയ്യും. ഇപ്പോ നമ്മളിപ്പോ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സും കഴിഞ്ഞു. ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, നമുക്ക് എപ്പോഴാണ് ബി പി ഉണ്ടെന്ന് വിളിക്കുക? അതുകൂടെ ഒന്ന് പറയാം. ഒരാൾക്ക് എത്ര ബി പി കൂടുമ്പോഴാണ് ബി പി ഉണ്ടെന്ന് വിളിക്കുക? ഹൈപ്പർ ടെൻഷൻ നമ്മൾ ലേബിൾ ചെയ്യുക. 140/90. ഡയസ്റ്റോളിക് 140 അബോവും 3 ടൈംസ് കൂടുതൽ കണ്ടിട്ടുണ്ടെങ്കിൽ. എല്ലാവരും പറഞ്ഞതിൽ അവിടെ ഇവിടെയായിട്ട് കുറെയൊക്കെ കറക്റ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ ചെറിയ ഗൈഡ് ലൈൻസ് നമ്മൾ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാനിപ്പോ നമ്മളും വിചാരിച്ചു നമ്മൾ 1 കൊല്ലം 2 കൊല്ലം മുന്നേ പോകണമെങ്കിൽ 140/90ക്ക് മേലെയാണ് നമ്മൾ വിളിക്കാറില്ല അല്ലെ? ഇന്ത്യൻ ഗൈഡ് ലൈൻസ് ഇപ്പോഴും ഇതാ പറയുന്നത്. ഇന്ത്യയിലത്തെ ഗൈഡ് ലൈൻസ് ഇപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഹൈപ്പർ ടെൻഷന് 2 ഗൈഡ് ലൈൻസ് ഉണ്ട്. ഒന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ, രണ്ടാമത്തത് ജോയിന്റ് നാഷണൽ കമ്മിറ്റി. ഇതിന്റെ 8ാമത്തെ പ്രോട്ടോകോളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആണ്, ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് മെജോറിറ്റി ഓഫ് ദ പേഷ്യന്റ് 140/90 തന്നെയാണ് നമ്മളിപ്പോഴും പറയുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഹാരിസൺസ് പ്രിൻസിപ്പിൾ ആണ്. അതിൽ ഫോളോ ചെയ്യുന്ന AHA ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മെജോറിറ്റി ഹോസ്പിറ്റലും നല്ല സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റലും ഫോളോ ചെയ്യുന്നത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ഗൈഡ് ലൈൻ ആണ്.
ഞാൻ ആ ഗൈഡ് ലൈൻ കൂടെ ഒന്ന് എഴുതാം. നമുക്ക് ഇപ്പോൾ പുറത്തത്തെ എക്സാം എഴുതുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. നോർമൽ ബി പി എന്ന് പറയുന്നത് ലെസ് ദാൻ 120 ആൻഡ് ലെസ് ദാൻ 80 അല്ലെ? ഇത് സിസ്റ്റോളിക്, ഇത് ഡയസ്റ്റോളിക്. ഓക്കെ. അപ്പൊ നമ്മൾ എലവേറ്റഡ് ബി പി എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? എലവേറ്റഡ് എന്ന് വിളിക്കുന്നത് 120 to 129. പക്ഷെ ഇവിടെ ലെസ് ദാൻ 80 തന്നെയാണ്. 120ക്ക് കുറച്ച് മേലെ ഒന്ന് എലവേറ്റഡ് ആണ്. അപ്പൊ ഇങ്ങനത്തെ പേഷ്യന്റിന് നമ്മൾ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ആണ് പറയുക. എന്താണ് പറയാ? ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ആണ് പറയാം. സോൾട്ട് കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ എന്നോട് പറയാം. ഇനി നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത് സ്റ്റേജ് 1 ഉണ്ട്, സ്റ്റേജ് 2 ഉണ്ട്, പിന്നെ ക്രൈസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. ഈ ക്രൈസിസിന്റെ ഉള്ളിൽ 2 സാധനമുണ്ട്. ഹൈപ്പർടെൻസീവ് അർജൻസി ഉണ്ട്, ഹൈപ്പർടെൻസീവ് എമർജൻസി ഉണ്ട്. ഓക്കെ. ഇപ്പൊ സ്റ്റേജ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പ്രകാരം ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 130, കുറഞ്ഞു, ഓർ ഗ്രേറ്റർ ദാൻ 80. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ മതി. ഡയസ്റ്റോളിക് 80 പോയാലും മേലെ പോയാൽ മതി, അല്ലെങ്കിൽ സിസ്റ്റോളിക് 130 മേലെ പോയാൽ മതി. സ്റ്റേജ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 140 ഓർ ഗ്രേറ്റർ ദാൻ 90. ക്രൈസിസ് എന്ന് വിളിക്കുന്നത് ഗ്രേറ്റർ ദാൻ 180 ഓർ ഗ്രേറ്റർ ദാൻ 120. സിസ്റ്റോളിക് 180ക്ക് മേലെ പോവുക, ഡയസ്റ്റോളിക് 120ക്ക് മേലെ പോവുക. നമ്മുടെ ഇപ്പോഴത്തെ പ്രാക്ടീസ്, ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്നത് ഇതാണ്. 130 മേലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ 80 മേലെ വന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ പ്രകാരമുള്ള ഗൈഡ് ലൈൻസ് കേട്ടോ. ഈ ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസിയിൽ പേഷ്യന്റ് വരും ഭയങ്കര ബി പി ആയിട്ട് 180 മേലെ, അല്ലെങ്കിൽ ഡയസ്റ്റോളിക് 120 മേലെ. അപ്പൊ ഈ അർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് വേറെ എൻഡ് ഓർഗൻ ഡാമേജ് ഉണ്ടാവില്ല. പക്ഷെ എമർജൻസിയിൽ, ഹൈപ്പർടെൻസീവ് എമർജൻസി എന്ന് പറഞ്ഞാൽ ദേ വിൽ ഹാവ് എൻഡ് ഓർഗൻ ഡാമേജ് ലൈക്ക് സ്ട്രോക്ക്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ എൻകെഫലോപ്പതി. ഇങ്ങനെ എന്തെങ്കിലും പേഷ്യന്റ് എന്തെങ്കിലും ഭാഗം ഔട്ടായി പോയിട്ടുണ്ട്. അതിനാണ് എമർജൻസി എന്ന് വിളിക്കുക, അർജൻസി എന്ന് വിളിക്കുക. അർജൻസി എന്ന് പറഞ്ഞാൽ ഡാമേജ് ഇല്ലാത്ത അവസ്ഥ, പക്ഷെ ബി പി ഇതിലും കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ബി പി ഉള്ള ഒരു പേഷ്യന്റ് നമ്മൾ കൊടുക്കാനായിട്ട് നമ്മുടെ ഗൈഡ് ലൈൻസ് ഇപ്പൊ സജസ്റ്റ് ചെയ്യുന്ന ഡ്രഗിന്റെ നമുക്ക് തരുന്ന 3 ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് ലൈൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന 3 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അതിനെ വിളിക്കുന്നതാണ് എ, സി, ഡി. എ എന്ന് പറഞ്ഞാൽ എന്താണ്? AC ഇൻഹിബിറ്റേഴ്സ്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയബറ്റിക്സ്. ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രിഫേർഡ് ആയിട്ടുള്ള ഡ്രഗ് AC ഇൻഹിബിറ്റേഴ്സ് ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കുറച്ച് ഓൾഡ് ഏജ് പേഷ്യൻസിലൊക്കെ, ഒരു 50-60 മേലെ പേഷ്യൻസിനൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആയിരിക്കും. ഈ അമിലോഡിപ്പിനൊക്കെ ആയിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതാണ് ഫസ്റ്റ് ലൈനിൽ. ഇതിൽ 3-ൽ ഏത് വേണം നമുക്ക് ചൂസ് ചെയ്യാം. ഇതിന്റെ കോമ്പിനേഷനും നമുക്ക് ചൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രത്തോളത്ത് നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡയോററ്റിക്സും പിന്നെ നമ്മുടെ ആൽഫ ബ്ലോക്കേഴ്സും ബീറ്റ ബ്ലോക്കേഴ്സും അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ സർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. സാർ പ്രഗ്നൻസി ചെറിയൊരു ഡൗട്ട്. സയനൈഡ് അത് അവിടെ ബൈൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ? ഒരു ഉണ്ടാവുന്നു. അതിന് തൊട്ട് ഒന്ന് പറഞ്ഞുതരോ സാർ ഒന്നുകൂടെ? ഓക്കെ. ഇതല്ലേ? ഓക്കെ. ഇപ്പൊ നൈട്രൈറ്റ് കൊടുക്കുമ്പോ എന്തുണ്ടാവും വെച്ചാൽ ഹീമോഗ്ലോബിനെ മെത്ത് ഹീമോഗ്ലോബിൻ ആക്കുന്നു. ഇപ്പൊ ഈ മെത്ത് ഹീമോഗ്ലോബിൻ നമുക്ക് സയനൈഡ് ഉണ്ടാവണമെന്നാണല്ലോ നമ്മുടെ പ്രശ്നം. ഈ സയനൈഡ് ആയിട്ടൊരു കോംപ്ലക്സ് ഉണ്ടാവും. ഇത് നമ്മുടെ യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ആയി പോവും. പക്ഷെ അതിന്റെ എക്സ്ക്രീഷൻ ഒന്നും കൂടി, അതായത് ഈ മെത്ത് ഹീമോഗ്ലോബിൻ സയനൈഡ് കോംപ്ലക്സ് ഉണ്ടല്ലോ, ഇതിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ ഒന്നുകൂടി സ്പീഡാക്കുന്ന സാധനമാണ് സോഡിയം തയോസൈനേറ്റ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ക്രീഷൻ കുറച്ചും കൂടി സ്പീഡാവും. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പ്രഗ്നൻസിയിലേ നമ്മൾ എന്താ Okay. കൊടുക്കാത്തെ? ഓക്കെ ഓക്കെ. ഓ, ഞാൻ പറയാൻ മറന്നല്ലേ, സോറി. അപ്പൊ ഞാൻ പറയട്ടെ. ഇപ്പൊ റാസ് സിസ്റ്റം, റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്ററോൺ സിസ്റ്റം, ഇത് വളർന്നു വരുന്ന കുട്ടിക്ക്
കുട്ടിയുടെ BP, അതായത് കുട്ടിയുടെ ബ്ലഡ് പ്രഷറും കുട്ടിയുടെ കിഡ്നി ഡെവലപ്മെന്റിനും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ റെനിൻ, ആൻജിയോടെൻസിൻ, അൽഡോസ്റ്ററോൺ സിസ്റ്റം ഇൻഹിബിറ്റേഴ്സിൽ ഏത് ഡ്രഗ് കൊടുത്താലും, ACE ഇൻഹിബിറ്റേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ ARB ആയിക്കോട്ടെ, പിന്നെ സ്പൈറനോലാക്ടോൺ എന്ന് പറഞ്ഞ കുറച്ച് ഡ്രഗ്സ് ഒക്കെ ഉണ്ട്, നമ്മൾ പഠിക്കും, അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇതിൽ ഏത് കൊടുത്താലും കുട്ടികളിൽ റീനൽ ഏജൻസിസ് ഉണ്ടാകും. അതായത് കുട്ടികൾക്ക് കിഡ്നി വളരെ ചെറിയ കിഡ്നി ആയിരിക്കും, അല്ലെങ്കിൽ കിഡ്നി ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് വരിക. അപ്പൊ അതുകൊണ്ട് ദിസ് ഇസ് ആബ്സല്യൂട്ട്ലി കോൺട്രാൻഡിക്കേറ്റഡ്. എന്ത് വന്നാലും കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? ഓക്കെ സർ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ ഡ്രഗ്സ് സേഫ് ഇൻ പ്രഗ്നൻസി എന്താണ്? സേഫ് ഡ്രഗ് ഇൻ പ്രഗ്നൻസി എന്താണ്? എന്തൊക്കെയായിരിക്കും? ഒന്ന് നമ്മൾ മറ്റേ സെൻട്രലി പഠിച്ച സാധനങ്ങൾ, ആൽഫ, മീഥൈൽ, ഡോപ്പ, ക്ലോണിഡേറ്റ് കൊടുക്കാം. ക്ലോണിഡേറ്റ്. പിന്നെ അത് കൊടുക്കാതെ തന്നെ നമുക്ക് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് കൊടുക്കാം. അതിൽ DHP. പിന്നെ നമ്മുടെ ഹൈഡ്രാലിസിൻ എന്ന് പറഞ്ഞ ഡ്രഗ് ഉണ്ട്, പൊട്ടാസ്യം ചാനൽ ഓപ്പൺ, ഹൈഡ്രാലിസിൻ കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കൊരു ലബിറ്റലോൾ എന്ന് പറഞ്ഞ ഡ്രഗ് കൊടുക്കാം. ഇറ്റ് ഈസ് എൻ ആൽഫ പ്ലസ് ബീറ്റ ബ്ലോക്കർ ആണ് കേട്ടോ, ലബിറ്റലോൾ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം, ഇപ്പൊ ഇത്രയും ഡ്രഗ്സ് ആണ് സേഫ് ആയിട്ടുള്ളത്, നമുക്ക് ഇത്രയും ഡ്രഗ്സ്, പക്ഷെ ബീറ്റ ബ്ലോക്കേഴ്സ് സേഫ് അല്ല കേട്ടോ. പക്ഷെ ആൽഫ പ്ലസ് ബീറ്റ ബ്ലോക്കർ ആയാൽ ലബിറ്റലോൾ കൊടുക്കും. ഇതാണ് ഡ്രഗ് സേഫ് ഇൻ പ്രഗ്നൻസി. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം, ഒരു ഫീമെയില് പ്രഷറുള്ള ഫീമെയിലാണ്, ഹൈപ്പർ ടെൻഷൻ ഉള്ള ഫീമെയിലാണ്, ആള് പ്രഗ്നന്റ് ആയി. ആള് പ്രഗ്നന്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ഡ്രഗ് കൊടുക്കുക? ആള് പ്രഗ്നന്റ് ആയ എന്ത് ഡ്രഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക? ലെബിറ്റലോൾ കൊടുക്കാം, പക്ഷെ ഫസ്റ്റ് പ്രിഫേർഡ് ആൽഫ മീഥൈൽ ഡോപ്പയാണ്. ഇത് കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ലെബിറ്റലോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊരു കാര്യം ചോദിക്കാം, ഇനിയൊരു ഹൈപ്പർ ടെൻഷൻ ഒന്നുമില്ലാത്ത ഒരു നോർമൽ ഫീമെയിൽ പ്രഗ്നൻസിയിൽ ഒരു 20 വീക്സ് ഒക്കെ ആയപ്പോൾ അവർക്ക് പ്രീ എക്ലാംസിയ വന്നപ്പോൾ ഹൈപ്പർ ടെൻഷൻ വന്നു. ഇങ്ങനെയുള്ള പേഷ്യന്റ് നമ്മൾ എന്ത് ഡ്രഗ് കൊടുക്കുക? പ്രീ എക്ലാംസിയ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയുടെ സമയത്ത് മാത്രമാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യന്റ് ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ലബിറ്റലോൾ ആണ്. മനസ്സിലായോ? അപ്പൊ പക്ഷെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വന്നു, ഇപ്പൊ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ വന്നു, ഓവറോൾ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ഹൈപ്പർ ടെൻഷൻ ഇൻ പ്രഗ്നൻസി. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ലബിറ്റലോൾ ആണ് ആൻസർ. അതായത് പ്രഗ്നന്റ് ലേഡി ബിഫോർ പ്രഗ്നൻസി നോർമൽ ബ്ലഡ് പ്രഷർ ആണെന്നുണ്ടെങ്കിൽ, നോർമൽ ബ്ലഡ് പ്രഷർ ആയിരുന്നു. ചില ആൾക്കാർക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് മാത്രം പ്രഷർ വരുമല്ലേ, അതിന് നമ്മൾ പ്രീ എക്ലാംസിയ എന്നാണ് വിളിക്കുക. പ്രീ എക്ലാംസിയ, അതായത് പ്രഗ്നൻസിയുടെ സമയത്ത് ഹൈപ്പർ ടെൻഷൻ വരുന്നു. അപ്പൊ അങ്ങനെയുള്ള ലേഡീസിന് യൂസ് ചെയ്യുന്ന, അങ്ങനെയുള്ള പ്രഗ്നന്റ് മദേഴ്സിന് യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ലബിറ്റലോൾ. പക്ഷെ നമുക്കിപ്പോ ഒരു നേരത്തെ പ്രഷർ ഉണ്ടായിരുന്ന ഒരു പേഷ്യന്റിനായാലും നമ്മൾ പ്രഗ്നൻസി ആകുമ്പോൾ നമ്മൾ ആൽഫ മീഥൈൽ ഡോപ്പ കൊടുക്കാം, അല്ലെങ്കിൽ ലബിറ്റലോൾ കൊടുക്കാം. പക്ഷെ ഏറ്റവും സേഫ് വരുന്നത് ആൽഫ മീഥൈൽ ഡോപ്പയാണ്. അതുകൊണ്ടാണ് ഞാനത് ഫസ്റ്റ് പറഞ്ഞത്. ഓക്കെ ആയോ? ഓക്കെ സർ. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. Thank you very much, sir.